शिव
നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭക്തി നിർഭരമായ ഒരു തുടക്കം, ഭജനാമൃതം. നമസ്തേ. അപ്പോൾ ഭജനാമൃതത്തിൽ അതിങ്ങനെ എന്താ പറയുക, തുടങ്ങി അത് അവസാനിക്കുമ്പോഴേക്കും നമ്മൾ ഒരു ഭക്തിയുടെ വല്ലാത്തൊരു രീതിയിലേക്ക് പോകുന്നു. ഏതായാലും 7:05 സമയം. നമുക്ക് പ്രധാന വാർത്തകൾ നോക്കിയ ശേഷം ചില വിശേഷങ്ങൾ പറയാനുണ്ട്, ചില മാറ്റങ്ങൾ പറയാനുണ്ട്. പ്രധാന വാർത്തകൾ. ആമയിഴഞ്ചാൻ അപകടം പാഠമാക്കാതെ തിരുവനന്തപുരം നഗരസഭ. തലസ്ഥാനത്തെ മാലിന്യ നീക്കം എങ്ങും എത്തിയില്ല. പലയിടത്തും കുന്നുകൂടി മാലിന്യങ്ങൾ. ജനം എക്സ്ക്ലൂസീവ്. നിപ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ്. ഇടവേളകളിൽ രോഗം സ്ഥിരീകരിക്കുന്നത് വെല്ലുവിളി. ഷിരൂരിൽ ഇന്ന് തിരച്ചിലില്ല. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രം പുനരാരംഭിക്കും. തിരച്ചിൽ തുടരണമെന്ന് കേരളം. മാവോയിസ്റ്റ് ഭീകരവാദ കേസിൽ അറസ്റ്റിലായവരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ATS. കൂടുതൽ പേർക്കായി തിരച്ചിൽ ഊർജിതം. അറസ്റ്റിലായ സോമനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പാരീസ് ഒളിമ്പിക്സിൽ പ്രതീക്ഷയോടെ ഇന്ത്യ. ആർച്ചറി പുരുഷ വിഭാഗത്തിൽ ക്വാർട്ടർ ഫൈനൽ. ഹോക്കിയിൽ 2ാം ജയം തേടി ഇന്ത്യ ഇന്നിറങ്ങും. അർജന്റീന എതിരാളി. സൂര്യകുമാറിനും ഗംഭീറിനും പരമ്പര തുടക്കം. 2ാം T20യിലും ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യ. വിജയം മഴ നിയമപ്രകാരം 7 വിക്കറ്റിന്. 3 വിക്കറ്റ് എടുത്ത ബിഷ്ണോയ് വിജയശില്പി. അപ്പോൾ ചില മാറ്റങ്ങൾ ഇന്നു മുതൽ പുത്തൻപുലരിയിലുണ്ട്. അത് പറഞ്ഞ ശേഷം തുടങ്ങാം. ഇന്ന് നിങ്ങൾ കണ്ടു, ഒരല്പം മുൻപ് ഭജനാമൃതം തുടങ്ങി. ഇനി ഒരല്പം കൂടി നേരത്തെ, നാളെ മുതൽ 6:55 ഭജനാമൃതം. 7 മണിക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ. 7 മുതൽ അങ്ങോട്ട് ഇന്നത്തെ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചതുമായ വാർത്തകൾ. അതിലേക്ക് അതിൻ്റെ തത്സമയം ജനം എക്സ്ക്ലൂസീവ്സ്, അതിൻ്റെ വിശകലനങ്ങൾ. 7:30 യോഗ. ഇപ്പോൾ വളരെ സാധാരണഗതിയിൽ പ്രധാന വാർത്തകൾക്ക് ശേഷം നമ്മൾ യോഗ നൽകാറുണ്ട്. നിങ്ങൾക്ക് നന്നായി അറിയാം, പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങൾ പ്രകാരം, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പ്രകാരമാണ് ഞങ്ങൾ എപ്പോഴും ഓരോ മാറ്റങ്ങൾക്ക് പിന്നിലും പ്രേക്ഷകരാണ്, അതിന് സംശയമൊന്നും വേണ്ട. അതിനുശേഷം 8 മണിക്ക് വീണ്ടും മറ്റു വാർത്തകളിലേക്ക് വരും. ന്യൂസ് അജണ്ടയിലുണ്ട്, എല്ലാ സെഗ്മെന്റുകളും ഉണ്ടാകും. 8:30 വാർത്താപുലരി അവസാനിക്കും. ഇന്ന് മുതൽ 8:30 വാർത്താപുലരി അവസാനിക്കും. 8:30 മുതൽ 9 മണി വരെ റാപ്പിഡ് ന്യൂസ്. എല്ലാ വാർത്തകളും കോർത്തിണക്കി സമഗ്രമായൊരു ബുള്ളറ്റിൻ വളരെ വേഗത്തിൽ പുത്തൻപുലരിയുടെ കഴിഞ്ഞാലുടൻ തന്നെ നമുക്ക് കാണാനാകും. അത് ഈ അരമണിക്കൂർ ഒരു പക്ഷേ പ്രേക്ഷകരെല്ലാവരും വാർത്ത എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് ഓഫീസിലൊക്കെ പോകുന്നതിന് മുൻപ് ഒരു അരമണിക്കൂറിൽ സമഗ്രമായ എല്ലാ വാർത്തകളും, ഇന്റർനാഷണൽ ന്യൂസ്, സ്പോർട്സ് ന്യൂസ്, നാഷണൽ ന്യൂസ്, മറ്റു വാർത്തകൾ, എന്റർടൈൻമെന്റ് എല്ലാം കൂടി ചേർത്ത് സമഗ്രമായൊരു അരമണിക്കൂർ അതിവേഗ വാർത്ത, അതിന് റാപ്പിഡ് ന്യൂസ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഭജനാമൃതം 7 മണിക്ക് മുൻപ് എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഞങ്ങൾ ഇവിടെ 7 മണിക്ക് എത്തുമ്പോഴേക്കും തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവിടെ വന്ന് നമസ്തേ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇവിടെ തയ്യാറാണ്. നിങ്ങൾക്ക് നേരത്തെ ആ ഒരു ഭക്തിസാന്ദ്രമായ നമ്മൾ ഈ ഭജനാമൃതം പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രേക്ഷകൻ നമസ്തേ പ്രദീപ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞു, സദാനന്ദൻ നെടുന്നിലം. പക്ഷെ ഇന്ന് ഞാനല്ല. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം, ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട് 2 പേരും, ഗണേഷ് കുമാർ പേര് പറഞ്ഞില്ല എന്ന്. ഗണേഷ് കുമാർജിക്ക് ഞങ്ങളുടെ പേര് അറിയില്ല എന്നുണ്ടോ? അല്ല, അതുകൊണ്ടല്ല. പുതിയ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയട്ടെ എന്നാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വീണ പ്രസാദ്, ഞാൻ VS കൃഷ്ണരാജ്. ശരി, നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് പോകാം. നമുക്കറിയാം, 2-3 ദിവസം തലസ്ഥാനത്തെ കേരളത്തെ നടുക്കിയ ഒരു ദുരന്തമായിരുന്നു. ജോയ് എന്ന ആൾ ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുകിപ്പോകുന്നു. അതിന് പിന്നാലെ നമ്മൾ കണ്ടെത്തിയത് ജോയിയെ മാത്രമല്ല, ചേതനയേറ്റ ജോയിയുടെ ശരീരം മാത്രമായിരുന്നില്ല, പാറ പോലുറച്ച പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം കൂടിയായിരുന്നു. തലസ്ഥാന നഗര മധ്യത്തിൽ ചെറിയൊരു തോട്ടിൽ ആണ് ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടത്. ആ ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണം എന്താണ്? ആ മാലിന്യം കെട്ടിക്കിടക്കുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന്, ഒരുപക്ഷെ 10,000-കണക്കിന് ജനങ്ങൾ എന്ന് പറയും, ഈ തോട് കടന്നു പോകുന്ന വഴികളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കെല്ലാം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ തോട് കടന്നു പോകുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അത് മാത്രമല്ല, അന്ന് ഈ മൃതദേഹം കണ്ടെത്തിയ ശേഷം വലിയ പ്രഖ്യാപനങ്ങളുണ്ടായി. ഞങ്ങളിതാ മാലിന്യ സംസ്കരണ പരിപാടികളിലേക്ക് നീങ്ങുന്നു. ഇനി ഇങ്ങോട്ട്
പ്ലാസ്റ്റിക് ഒഴുകി വരില്ല, എല്ലാം തടയുകയാണ്, ക്യാമറകൾ വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നടപ്പിലായോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രേക്ഷകർ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വഴിയിലിട്ട് പോകരുത് എന്നുള്ളത്. തീർച്ചയായും നമ്മൾ ഈ അർജുനെ തിരഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ട്. ഇന്നിപ്പോൾ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്, അവിടെ പ്രതികൂല കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു ഇടവേളയിൽ നമുക്കിന്ന് ഈ ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ജനം TV ടീം ഇതിന് പിന്നാലെ ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ട വാർത്ത, ഈ തലസ്ഥാനത്തെ മാലിന്യ നീക്കത്തിൽ തിരുവനന്തപുരം നഗരസഭ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ നിന്ന് അടക്കം രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിട്ടും ഈ മാലിന്യ നീക്കം എവിടെയും എത്തിയിട്ടില്ല. ആമേഴഞ്ചാന്തോട്ടിലെ അപകടം പാഠമാക്കാതെ തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് പോവുകയാണ്. ജോയിയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നഗരം മാലിന്യമുക്തമാക്കാമെന്ന് അവകാശപ്പെടുമ്പോഴും രൂപപ്പെടുന്നത് വിവിധ മേഖലകളിലെ മാലിന്യ കുനകളാണ്. ഇതൊരു ജനം എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ആമയിച്ചാന്തോട്ടിൽ ശുചീകരണ തൊഴിലാളിയായ ജോയി അകപ്പെട്ട് മരണമടഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. തൊട്ടു പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നടക്കം രൂക്ഷ വിമർശനം തിരുവനന്തപുരം നഗരസഭ കേൾക്കേണ്ടി വന്നത്. മാലിന്യമുക്തമാക്കുമെന്ന തിരുവനന്തപുരം നഗരസഭ മേയറുടെ വാക്കുകൾ പാഴായോ അതോ നടപ്പായോ? നോക്കാം തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കാഴ്ചകളും ഒപ്പം നഗരം സ്മാർട്ടായോ എന്നും. ജോയ് എന്ന ശുചീകരണ തൊഴിലാളി മരണപ്പെട്ടതിന് പിന്നാലെയാണ് തലസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യമുണ്ട് എന്നുള്ള ബോധം നഗരസഭയ്ക്ക് ഉദിച്ചത്. തൊട്ടു പിന്നാലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേയർ നിർദ്ദേശം നൽകി. എന്നാൽ നഗരത്തിലെ വിവിധ റോഡുകളും ജനവാസ മേഖലയിലും അവസ്ഥ പരിതാപകരമാണ്. കുട്ടികളുടെ ഡയപ്പർ മുതൽ കക്കൂസ് മാലിന്യം വരെ ഉണ്ട് ഇവിടെ. നഗരത്തിലെ വിവിധ മേഖലകളിൽ മാലിന്യം കുന്നുകൂടുകയാണ്. അറവുശാലയിലെയും വീടുകളിൽ നിന്നുള്ള മാലിന്യവും ബിയർ ബോട്ടിലുകളും രാത്രിയുടെ മറവിൽ റോഡുകളുടെ വശങ്ങളിൽ തന്നെ എത്തും. കാക്കകൾ കൊത്തിവലിച്ചും തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായും ഇത്തരമിടങ്ങൾ മാറി. മാലിന്യമുക്തം തലസ്ഥാനം എന്ന ബോർഡുകൾ പലയിടത്തുമുണ്ടെങ്കിലും ഇത്തരം ബോർഡുകൾക്ക് 20 മീറ്റർ പോലും മാറാതെ കൃത്യമായി മാലിന്യ നിക്ഷേപമുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്താത്തതും മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് ഇഷ്ടകേന്ദ്രമായി ഇത്തരം സ്ഥലങ്ങൾ മാറി. കുട്ടികളുടെ ഡയപ്പർ മുതൽ അറവുശാലയിലെ മാലിന്യങ്ങൾ വരെയുള്ള മാത്രം ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ കൂനകൾ കുന്നുകൂടുകയാണ്. നഗരം മാലിന്യമുക്തമാക്കുമെന്ന അടിക്കടി അവകാശപ്പെടുന്ന നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒന്നുകൂടി ശ്രദ്ധിക്കുക. പേരറിയാത്ത ഒരുപാട് രോഗങ്ങൾ തലസ്ഥാനത്ത് പിടിമുറുക്കുമ്പോൾ ഇങ്ങനെയുമുണ്ട് ചില മറുകാഴ്ചകൾ. അത് നീക്കം ചെയ്തേ മതിയാകൂ. ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ഷാനി, ജനം, തിരുവനന്തപുരം. ഉഷാജി, ഗിരിജയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല മഴയെന്ന്. ഈ മഴയത്താണ് നമുക്ക് ഈ പ്രശ്നം കൂടുതലായി നമ്മൾ അനുഭവിക്കുന്നത്. അതായത് കുന്നുകൂടുന്ന മാലിന്യം പകർച്ചവ്യാധികൾ പോലും ഉണ്ടാക്കാനുള്ള സാധ്യത തുടങ്ങുന്നത് മഴ കൂടി പെയ്യുമ്പോഴാണ്. മാത്രമല്ല ഈ വെള്ളം കരകവിഞ്ഞ് പലപ്പോഴും വീടുകളിലേക്ക് വരാറുണ്ട്. ഈ സമീപത്ത് മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരം അല്ലെങ്കിൽ തന്നെ മാലിന്യങ്ങൾക്ക് മീതെ രൂപപ്പെടുത്തിയെടുത്ത നഗരമാണെന്നൊരു ആക്ഷേപം പരക്കെയുണ്ട്. അതിപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ. വരുന്ന നിരത്തുകളിൽ നമ്മളൊക്കെ രാവിലെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഓഫീസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് രാവിലെ വരുമ്പോഴാണ് ഈ കാഴ്ച ഉണ്ടാവാറ്. വഴിനീളെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിട്ട് പോകുന്ന അവസ്ഥ. അപ്പോൾ അത് ശരിക്കും നഗരസഭയുടെ മാത്രം കുറ്റമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കൊണ്ടിടുന്നവരുടെ കൂടി കുറ്റമാണ്. പക്ഷെ അത് കണ്ടെത്താനാകാതെ പോകുന്നത്, ഒരു ദുരന്തം വന്നിട്ടും പാഠം പഠിക്കാതെ പോകുന്നത് ക്യാമറകൾ കൂടി ക്യാമറ ഇത് വേണം. സാധാ ക്യാമറ വെച്ച് അത് മോണിറ്റർ ചെയ്താൽ തന്നെ ഇത് കൊണ്ടിടുന്ന സ്ഥിരമായി കൊണ്ടിടുന്ന ആളുകളെ പിടികൂടാൻ കഴിയും. അതിനേക്കാൾ ഉപരി ഞാൻ ചോദിക്കുന്നത്, വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വീടുകളിൽ സ്ഥലമില്ലാതിരിക്കെ അത് ശേഖരിക്കാനും കൊണ്ടുപോയി സംസ്കരിക്കാനും ഒരു ഇടമുണ്ട് എങ്കിൽ ജനങ്ങളത് ചെയ്യും. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് തലസ്ഥാനത്ത് ഒരു മണ്ഡലത്തിൽ വന്നപ്പോൾ അവിടുത്തെ MLA ആയി മത്സരിച്ച ആൾ ഇപ്പോൾ MLA ആണ്. ആ മണ്ഡലത്തിലെ മൈക്ക് അനൗൺസ്മെൻറ്റുകൾ മുഴുവൻ തിരുവനന്തപുരത്തെ കുടുംബങ്ങളെ മാലിന്യ സംസ്കരണം എന്തെന്ന് പഠിപ്പിച്ച ആളിന് വോട്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മാലിന്യ സംസ്കരണം എവിടെയും എത്തിയിട്ടില്ല. ആമയിഴഞ്ചാൻ അധികൃതർ, ആമയിഴഞ്ചാൻ ഭരണകൂടങ്ങൾ എന്നുകൂടി പറയേണ്ടി വരും. ആമകൾ ഇഴയും പോലെ ഇഴയുകയാണ് നമ്മുടെ സർക്കാർ. ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി എവിടെയൊക്കെയാണ് പോയത്? എവിടെയൊക്കെയാണ് ഇത്തരം മാലിന്യങ്ങൾ കണ്ടത്? ഇനിയും പാഠം പഠിച്ചില്ലെന്നോ നഗരസഭ?
കൃഷ്ണരാജ്, വീണ, ഗുഡ് മോർണിംഗ്, നമസ്തേ. നമ്മൾ വിവിധ മേഖലകളിൽ, തലസ്ഥാന ജില്ലയിലെ നഗരമേഖലയിൽ വിവിധ ഭാഗങ്ങളിലാണ് ഇന്നലെ ഈ ദൃശ്യങ്ങൾ പകർത്താൻ പോയത്. നഗരസഭ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായി എടുത്തത്. അതിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം വള്ളക്കടവിന് സമീപത്തുള്ള ദൃശ്യങ്ങളാണ്. ഇത് ആമയിഞ്ചാൻ തോടിന്റെ ഭാഗമായിട്ടുള്ള പാർവതി പുത്തനാർ, ആ പാർവതി പുത്തനാറിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റോറിയിൽ നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ, അതായത് തിരുവനന്തപുരം വേളി മേഖലയിലെ ദൃശ്യങ്ങളാണ്. അവിടെയാണ് പല ബോർഡുകളും ഉണ്ട്, ക്യാമറകളുണ്ട്. ഇതിന്റെയൊക്കെ സമീപത്താണ് ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് രാത്രിയുടെ മറവുകളിൽ തള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർവതി പുത്തനാറിലെ കാഴ്ചകളാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം അടക്കം നടന്ന തിരുവനന്തപുരത്തിന്റെ മാത്രം അവകാശപ്പെടുന്ന ഒരു ചരക്ക് നീക്ക പാതയായിരുന്നു. പിന്നീട് അത് മാലിന്യങ്ങളുടെ കൂമ്പാര കേന്ദ്രമായി. ഇന്നും അത് നഗരസഭ അങ്ങനെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആമയിഞ്ചാൻ തോട്ടിലടക്കം ജോയിയുടെ മരണം ഉണ്ടായിട്ടും ഒരു രീതിയിലുള്ള പാഠവും അവിടെ പഠിച്ചിട്ടില്ല നഗരസഭ എന്നുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണം കൂടിയായി നമുക്ക് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഇതിലടക്കം ആശുപത്രി മാലിന്യങ്ങളുണ്ട്, ഒപ്പം തന്നെ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളുണ്ട്, ബിവറേജ് ബോട്ടിലുകളുണ്ട്. അത്തരത്തിൽ പ്ലാസ്റ്റിക്കും അജൈവ മാലിന്യങ്ങളായിട്ടുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ചകളാണ് പാർവതി പുത്തനാറിൽ നിന്ന് നമുക്ക് ഈ പുലർക്കാലം പ്രേക്ഷകരിലേക്ക് ആ കാഴ്ചകളായി എത്തിക്കാൻ കഴിയുന്നത്. ഇതിന് സമീപത്തുള്ള പല വീടുകളിലെയും കക്കൂസ് മാലിന്യങ്ങൾ ഇതിലേക്ക് ഒഴുക്കുന്നുണ്ട്. വീടുകളിൽ നിന്നുള്ള ഡയപ്പർ മാലിന്യങ്ങൾ, കുട്ടികളുടെ ഡയപ്പറുകൾ ഉൾപ്പെടെയുള്ള അത്തരം മാലിന്യങ്ങളും ഈ ഒരു കൂമ്പാരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുകയും ചെയ്യാം. എന്തുകൊണ്ട് നഗരസഭ പാഠം പഠിക്കുന്നില്ല? ഇനിയും ജോയിമാർ ഉണ്ടാകണമോ എന്നൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്ത് ജോയിയുടെ മരണമുണ്ടായപ്പോൾ അന്ന് രണ്ടോ മൂന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള IRCTയുടെ സ്റ്റിക്കർ പതിച്ച പ്ലാസ്റ്റിക് ഗ്ലാസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോട്ടിലുകൾ കണ്ടതിന്റെ പേരിൽ മാത്രം റെയിൽവേയുടെ തലയിൽ മുഴുവൻ പഴിയും ചാരി രക്ഷപ്പെടാനായിരുന്നു അന്ന് നഗരസഭ ശ്രമം നടത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ ഈ മാലിന്യ നീക്കത്തിലടക്കം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ നഗരസഭ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളും കാഴ്ചകളും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൽ എത്രത്തോളം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സസ്പെൻഷൻ ഉണ്ടാവുകയുമില്ല. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്നടക്കം രൂക്ഷ വിമർശനമാണ് തിരുവനന്തപുരം നഗരസഭ നേരിടേണ്ടി വന്നത്. ശ്രീലങ്ക അടക്കം ഉപമിച്ചുകൊണ്ട് ചില വിമർശനങ്ങളും പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത്തരത്തിൽ ചില നാടുകൾ മാലിന്യമുക്തമാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ എന്തുകൊണ്ട് തിരുവനന്തപുരം സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ അന്ന് നഗരസഭയോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കം ചില ന്യായീകരണങ്ങൾ കോടതിക്ക് മുൻപാകെ കൊണ്ടുപോയെങ്കിലും അവിടെയൊക്കെ വിമർശനങ്ങൾ നേരിടേണ്ട സാഹചര്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. കാരണം ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കുന്നത് മാത്രമല്ല, അവർക്ക് കർശനമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വിമർശനം കേട്ട് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് തലസ്ഥാന നഗരത്തിൽ മാലിന്യ നീക്കം എങ്ങും എത്തുന്നില്ല എന്നുള്ള കാഴ്ച നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതായി വരികയും ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ട്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി H1N1 പനികളുടെ എണ്ണം കൂടുകയാണ്, ഡെങ്കിപ്പനികളുടെ എണ്ണം കൂടുകയാണ്, കൊതുകുജന്യ പനികൾ, രോഗങ്ങൾ ഇതൊക്കെ തന്നെ തലസ്ഥാന ജില്ലയിൽ കുത്തനെ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കുമിഞ്ഞുകൂടി അവിടെ വെള്ളം കെട്ടിക്കിടന്ന് അതിൽ കൊതുകുകൾ വളർന്ന് പേരുപോലും അറിയാത്ത രോഗങ്ങൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൂടി നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെയാണ് ഇത്തരത്തിൽ 12 കോടിയിലധികം രൂപ നീക്കിവെച്ച് അതിന്റെ എവിടെ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നൊരു ചോദ്യം കൂടി നഗരസഭയ്ക്ക് മുൻപിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ വർഷങ്ങളിലും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തലസ്ഥാന ജില്ലയിലെ മാലിന്യമുക്തമാക്കാനും അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി കോടികളാണ് വകയിരുത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ കോടികൾ എവിടെ പോയി എന്നൊരു വലിയ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ നഗരസഭയോട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇപ്പോഴും ഇങ്ങനെ സജീവമായി നിൽക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർ അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വിവരണം നന്നായി ശാലിനി എന്ന് പറയുന്നുണ്ട്. വിവരണം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വിഷയം നഗരസഭ പരിധിയിൽ വരുന്ന ഒരു ഇടമാണ്, വിളപ്പിൽ ശാലയുടെ ഒരു ഭാഗമാണ് നമുക്ക് തോന്നും. അത്രയ്ക്ക് കഷ്ടമാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. അവിടെ എന്തായാലും ഒരു കൗൺസിലർ ഉണ്ടാകുമല്ലോ. ആ കൗൺസിലർ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? നഗരസഭയെ അറിയിക്കണ്ടേ? അവിടുത്തെ ജനങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കണ്ടേ? അതോ ജനങ്ങളും കൗൺസിലറും കൂടി ചേർന്ന് ഇങ്ങനെ പോയാൽ മതി എന്ന തീരുമാനത്തിൽ എത്തിയതാണോ? ഒക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം അല്ലേ? ഈ വിഷയം നമ്മളിങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുന്നില്ലല്ലോ. വരും മണിക്കൂറുകളിൽ ഇത് കുറച്ചുകൂടി വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ആളുകളുടെയും ജനപ്രതിനിധികളുടെയും ഉത്തരം പറയേണ്ടവരുടെയും ഒക്കെ പ്രതികരണം തേടുകയും 10 മണിക്ക് നമുക്ക് വിശദമായി ഇക്കാര്യം ചർച്ചയ്ക്ക് എടുക്കാം എന്ന് തോന്നുന്നു. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ, മറ്റു
പ്രധാനപ്പെട്ട വാർത്തകളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് 10 മണിക്ക് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. എല്ലാ വാർത്തകളും ഒന്ന് എടുത്തു പോകണമല്ലോ. അതെ, ഷിരൂരിലേക്ക് പോകാം. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പുഴയിലെ കുത്തൊഴുക്ക് കുറയാതെ തിരച്ചിൽ സാധ്യമല്ല എന്നാണ് കർണാടകയുടെ നിലപാട്. അവിടെ മഴ ഇങ്ങനെ തുടർന്ന് നിൽക്കുന്നതാണ് ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥ. മഴ മാത്രമല്ല, പുഴയുടെ അടിത്തട്ടിൽ വലിയ ഒഴുക്കുണ്ട്, അതുകൊണ്ട് പറ്റില്ല. ഏറ്റവും വിദഗ്ധരാണ് അവിടെ വന്നത്. സൈന്യം പോലും മനുഷ്യസാധ്യമായതിനപ്പുറം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അവർ പോലും പറയുന്നു ഈ സിറ്റുവേഷനിൽ ഇത് പറ്റില്ല. കാരണം കൂടുതൽ ജീവനുകൾ അപകടത്തിലാക്കാൻ നമുക്ക് കഴിയുകയുമില്ലല്ലോ ഈ ഒരു സാഹചര്യത്തിൽ. പക്ഷേ കേരളം ഈ തിരച്ചിൽ തുടരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കർണാടക പക്ഷേ ആ നിലപാട് മാറ്റിയിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് ആനന്ദ് ഇപ്പോഴും തുടരുന്നുണ്ട്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ആനന്ദ്, നമസ്തേ. തിരച്ചിൽ നിർത്തിവെക്കുകയാണ്, പക്ഷേ ഈ സന്നാഹങ്ങളെല്ലാം അവിടെ തുടരുക തന്നെയാണോ? കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ തിരച്ചിലേക്ക് പോകാം എന്ന് കരുതുകയാണോ? അതിനൊരു സമയം, ഈ താൽക്കാലികമായി നിർത്തിവെക്കുമ്പോൾ തന്നെ അതിനൊരു സമയം തീരുമാനിച്ചിട്ടുണ്ടോ? വീണ, ഒരു കൃത്യമായിട്ടുള്ള സമയം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കാർവാർ MLA സതീഷ് സൈൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പ്രദേശത്ത് ഇനി ഏതാണ്ട് 21 ദിവസത്തോളം തുടർച്ചയായി മഴയുണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിലെ കുത്തൊഴുക്ക് നിലയ്ക്കാതെ യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇന്ന് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കർണാടകയിൽ തന്നെ ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള മംഗളവൈദ്യ പറഞ്ഞത് ഈ കുത്തൊഴുക്ക് എന്ന് കുറയുമെന്ന് ചോദിച്ചപ്പോൾ അത് ദൈവത്തിന് അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ധാരണ അല്ലെങ്കിൽ എന്നുള്ള ചോദ്യത്തിന്, പ്രത്യേകിച്ച് ഇവിടെ വർഷക്കാലം കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാണ് ഈ കുത്തൊഴുക്ക് അവസാനിക്കുക എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമില്ല എന്ന് തന്നെ വേണ്ടി വീണ പറയാൻ. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ കർണാടക പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊന്ന്, ഒരു ഡ്രഡ്ജിങ് മെഷീൻ, തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും കേരളം അത് വളരെ അനുകൂലമായി കൊണ്ട് തന്നെയാണ് എടുത്തത്. അത് മാത്രമല്ല, ഈ ഡ്രഡ്ജിങ് മെഷീൻ ഇവിടെ എത്തിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ടെക്നീഷ്യൻ വന്നുകൊണ്ട് ഈ സ്ഥലത്ത് പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം കർണാടക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് വളരെ ദൂരത്താണ് കൊണ്ടുവരുന്നത്. ഈ ഡ്രഡ്ജിങ് മെഷീൻ എന്ന് പറയുന്നത് പുഴയിലിറങ്ങിക്കൊണ്ട് അത്തരത്തിലുള്ള ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. എന്തായാലും അതിനൊരു ടെക്നിക്കൽ ടീം ആദ്യഘട്ടത്തിൽ ഇവിടെ വന്ന് പരിശോധന നടത്തട്ടെ എന്ന് കർണാടക പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ തൃശ്ശൂരിൽ നിന്ന് ഈ സംഘം, ഈ ഒരു ടെക്നിക്കൽ സംഘം അല്പസമയത്തിനകം തന്നെ പുറപ്പെടും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് ഇവിടെ എത്തിക്കൊണ്ട് ആ ടെക്നിക്കൽ സംഘം പുഴ പരിശോധിച്ചുകൊണ്ട് ആ ഡ്രഡ്ജിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഈ പുഴയിൽ സാധ്യമാകുമോ എന്നുള്ള ഒരു പരിശോധന നടത്തുകയും അതിനുശേഷമായിരിക്കും ആ മെഷീൻ ഇവിടേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യത്തിൽ തീരുമാനമാകുന്നത്. എന്തായാലും ഇന്നും രാവിലെ ഏതാണ്ട് മേഘാവൃതം തന്നെയാണ് അന്തരീക്ഷം. മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും കൊണ്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇന്ന് 14ാം ദിവസത്തിലേക്ക് നീണ്ടിരിക്കുകയാണ്. ഈ പുഴയിലെ കുത്തൊഴുക്ക് നിലയ്ക്കാതെ യാതൊരു കാരണവശാലും തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കർണാടകയുടെ നിലപാട്. പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കുത്തൊഴുക്ക് നിലയ്ക്കുന്ന ആ സമയം തന്നെ വീണ്ടും തിരച്ചിൽ നമുക്ക് പുനരാരംഭിക്കാം. അതായത് പുഴയിലിറങ്ങിക്കൊണ്ടുള്ള തിരച്ചിൽ നിരീക്ഷണം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇന്ന് ഈ കുത്തൊഴുക്ക് പരിശോധിക്കാൻ വേണ്ടിയുള്ള സംഘം, SDRF അടക്കമുള്ള സംഘം ഇവിടെയുണ്ട്. ആ ദിവസവും അത്തരത്തിൽ കുത്തൊഴുക്ക് പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിൽ കുത്തൊഴുക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 6 മുതൽ 7 നോട്ട്സ് വരെയാണ് അതിൻ്റെ വേഗത എന്ന് പറയുന്നത്. മനുഷ്യസാധ്യമായ തലത്തിലേക്ക് ഇത്തരത്തിൽ മുങ്ങി പരിശോധിക്കണമെങ്കിൽ 3.5 നോട്ട്സ് വരെയാണ് പരമാവധി വേഗത പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം നോട്ട്സ് വേഗത ഇപ്പോൾ കുത്തൊഴുകിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസവും അത്തരത്തിൽ ഈശ്വർ മാൽപ്പെ അടങ്ങുന്ന സംഘം, അതായത് മത്സ്യത്തൊഴിലാളികളുടെ സംഘം വന്നുകൊണ്ട് പുഴയിലിറങ്ങി. അദ്ദേഹം 2 ദിവസം പുഴയിറങ്ങിയെങ്കിലും കുത്തൊഴുക്ക് പക്ഷേ യാതൊരു തരത്തിലുള്ള അനുകൂല കാലാവസ്ഥയും സൃഷ്ടിച്ചില്ല എന്ന് വേണം നമ്മൾ പറയാൻ. എന്തായാലും മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള സംഘം, ടെക്നിക്കൽ സംഘം അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത ഒരു നടപടിയെക്കുറിച്ചുള്ള ഒരു തീരുമാനമുണ്ടാവുക. വീണ, ശരി. ആനന്ദ് ഇന്ന് ജില്ലാ കളക്ടറെയും പോലീസ് അധികാരിയെയും MLAയും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂടുതൽ അപ്ഡേഷൻ വരുന്ന വാർത്തകളിൽ തരാൻ ശ്രമിക്കുക. ഏതായാലും നമ്മൾ 3 റിപ്പോർട്ടർമാർ അവിടെ സജീവമായിരുന്നു. ഇപ്പോൾ ആനന്ദ് മാത്രമേ ഇവിടെയുള്ളൂ. അതിന് കാരണം തെരച്ചിൽ തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ആനന്ദ് അതിന് പിന്നാലെ ഉണ്ടാകും. കൃത്യമായ വിവരങ്ങൾ, അപ്ഡേറ്റ്സ് ഇവിടെ എത്തിക്കും എന്ന് തന്നെ തീർച്ചയായും തുടർ ബുള്ളറ്റിനുകളിൽ ഞങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പ്രേക്ഷകർ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ആ ഒരു പ്രശ്നം നമ്മൾ കാണിച്ചപ്പോൾ അതിൽ തന്നെ വിവിധ അഭിപ്രായങ്ങളുമായി തുടരുകയാണ്. അപ്പോൾ അതിൽ
ഉഷാജി പറയുന്നുണ്ട് നിങ്ങളുടെ നാടിൻ്റെ ആറിൻ്റെ പേരുകളെല്ലാം ഗംഭീരമാണ്, പക്ഷേ എല്ലാത്തിലൂടെയും മാലിന്യമാണല്ലോ ഒഴുകുന്നത്. ഉഷാജി, നിങ്ങളുടെ നാട് നമ്മുടെ നാടെന്ന് പറയണ്ട, എല്ലാം നമ്മുടെ നാടാണ് പറയണ്ട. അതെ, ഈ മറ്റൊന്ന് ഞാൻ കണ്ടു, ഈ അതർ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നവർ 2 കിലോ പഞ്ഞി കൂടി കയ്യിൽ വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പക്ഷേ കൊച്ചിക്കാർ അങ്ങനെ പറയില്ലെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ സ്ഥിരമായിട്ട് പഞ്ഞി സൂക്ഷിക്കുന്നവരായിരിക്കാം, കാരണം അത്രയ്ക്ക് മാലിന്യ പ്രശ്നങ്ങൾ മിക്കയിടങ്ങളിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഏതായാലും ഇത് ഈ മഴ കൂടി വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നമാകുന്നത്. തുടക്കത്തിൽ എല്ലാ പ്രേക്ഷകരും മഴ അപ്ഡേറ്റ് ആണ് നൽകിക്കൊണ്ടിരുന്നത്, അവരവരുടെ നാടുകളിൽ മഴ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൽ ആരാണെന്ന് ഞാൻ വിട്ടുപോയി. ജനലിൽ കൂടെ നോക്കിയപ്പോൾ മഴ കണ്ടില്ല എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത്. പക്ഷെ ഞങ്ങളിവിടെ നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. പുറത്ത് കേൾക്കാം, നമുക്ക് സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ പോലും തകർപ്പ മഴ പെയ്യുന്ന ശബ്ദം കേൾക്കാം. അതായത് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. വരുന്ന 5 ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് വടക്കൻ കേരളത്തിലാവും ഒരു പക്ഷേ കൂടുതൽ മഴയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ എന്നിവർ ചേരും. കൊച്ചിയിൽ വലിയ മഴയില്ല, കോഴിക്കോട് വലിയ മഴയില്ല. ശാലിനിയിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. ശാലിനി, കുടയൊക്കെ പിടിച്ചാണ് നിൽപ്പ്. മാത്രമല്ല തൊട്ടപ്പുറത്ത് മാലിന്യ കൂമ്പാരം നമ്മൾ അല്പം മുമ്പ് കണ്ടു. വലിയ മഴ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് എല്ലാവരും. പാമ്പ് നോക്കണം, കാൽ വഴുതരുത് എന്നൊക്കെ എല്ലാ പ്രേക്ഷകരും പറയുന്നുണ്ട്. നമസ്തേ പറയുന്നുണ്ട്. ശാലിനി, വലിയ മഴയാണോ? അലേർട്ടുകളും തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇല്ല എങ്കിൽ പോലും ശക്തമായ മഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 3 മണിക്കൂറിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പസമയത്തിനകം വന്ന മുന്നറിയിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 5 ജില്ലകൾക്കാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം ഈ മണിക്കൂറുകളിൽ പ്രധാനമായും നൽകിയിട്ടുള്ളത്. യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ്. വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാനുള്ള കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരളം, ലക്ഷദ്വീപ്, ഒപ്പം തന്നെ കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വരുന്ന 3 മണിക്കൂറിൽ, അടുത്ത 3 മണിക്കൂറുള്ളിൽ എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നും ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾ, തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ മണിക്കൂറിൽ നൽകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മിന്നൽ ചുഴലിയൊക്കെ പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ താമസിക്കുന്നവരും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതീവ ജാഗ്രതയും മുൻകരുതലുകളും പാലിക്കണം എന്നുള്ളതാണ്. വീടുകളുടെ മേൽക്കൂരകളടക്കം ഇളകിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. 10 മണിയോടുകൂടി അലേർട്ടുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ചക്രവാത ചുഴിയും ഒപ്പം തന്നെ കേരള തീരത്തും ഗുജറാത്ത് തീരം വരെ നിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയും ഒക്കെ തന്നെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള ദിവസങ്ങളാണ് ഇനി ഉള്ളത് എന്നുള്ളതാണ് സൂചന നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തലസ്ഥാനത്ത് പരക്കെ മഴ ലഭ്യമാകുന്നുണ്ട്. തീരദേശ മേഖലകളിലും പൊന്മുടി അടക്കമുള്ള മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സുധീഷ് നിൽക്കുന്നിടത്ത് മഴ ഇപ്പോൾ നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് രാവിലെ ഉള്ളതെന്ന് തോന്നുന്നു. എന്താണ് കാലാവസ്ഥ അവിടെ? മുന്നൊരുക്കങ്ങൾ ഉണ്ടോ? കൊച്ചിയെ സംബന്ധിച്ച് അത് വേണമല്ലോ. വീണ, ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് പ്രധാനമായും എറണാകുളം നഗരത്തിലടക്കവും അതോടൊപ്പം തന്നെ മധ്യകേരളത്തിലാകെ തന്നെയും അത്തരത്തിലൊരു ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി അല്പം ശമനം വന്നിട്ടുണ്ടെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. തീർത്തും കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ആകാശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അടുത്ത മഴ
പെയ്യാം എന്ന ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലും മറ്റും ശക്തമായ മഴ തുടരുന്നു. അവിടെ ഇടുക്കി ഡാമിൻ്റെയും മറ്റും വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. അവിടെ ജലനിരപ്പ് 2357.75 അടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം ഇതേ തീയതിയിലേക്കാൾ 25 അടി കൂടുതലാണ്. ഇതേ സമയം തന്നെ ഇടുക്കി ഡാമിന് പുറമെ മുല്ലപ്പെരിയാർ ഡാമിൽ 128 അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ മൂലമറ്റത്ത് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ജലത്തിൻ്റെ അവിടേക്ക് ഒഴുകി മാറും എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ ശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ പെരിയാറിലടക്കം അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലെ മറ്റ് ജില്ലകളെ നോക്കുമ്പോൾ പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളുടെ അടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അപകടകരമായ ജലനിരപ്പിലേക്ക് ഈ നദികളിലൊന്നും തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ ഈ വരും ദിവസങ്ങളിലെ മഴ എങ്ങനെയാവും എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ മറ്റേ ഒരു അപകട സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. എന്തു തന്നെയായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡാം കേന്ദ്രീകരിച്ചും ഒരു ഡാം തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ വൈദ്യുതി ഉൽപ്പാദനത്തിൽ മറ്റും വർദ്ധിപ്പിച്ചുകൊണ്ടും ഇപ്പോൾ കൈകാര്യം ചെയ്തു വരുന്നതായാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുള്ളതും. വീണ. ഓക്കെ, ശരി സുധീഷ്. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ നമ്മളൊന്ന് പോയി വന്നു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം എങ്ങനെ തുടങ്ങണം എന്ന് പ്രേക്ഷകരോട് നമ്മൾ പറയുന്ന സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്. യോഗാസനങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് പത്മാസനം. പത്മാസനം ചെയ്യുന്നതിന് മുന്നോടിയായുള്ള വ്യായാമ മുറകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. അവതരണം ഡോക്ടർ വസുന്ധര വിയ. നമസ്കാരം. പത്മാസനം ആസനങ്ങളുടെ കിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആസനമാണ് പത്മാസനം. നമുക്ക് ആസനം പല രീതിയിലുണ്ട്. മെഡിറ്റേറ്റീവ് ആസനമുണ്ട്, റിലാക്സിങ് ആസനമുണ്ട്, കൾച്ചറൽ ആസനമുണ്ട്. അങ്ങനെ ആസനങ്ങൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മെഡിറ്റേറ്റീവ് ആസനങ്ങളുടെ കിങ് ഓഫ് ദി ആസനയാണ് പത്മാസനം എന്ന് പറയുന്നത്. പത്മം എന്താണ്? താമര. അപ്പോൾ ഈ ആസനവും താമരയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ നമ്മൾ താമരയെ ഒന്ന് ആലോചിക്കുക. അത് ചെളിയിലാണ് അതിരിക്കുന്നത് അല്ലേ? താമര ചെളിയിലാണ് വളരുന്നത്. പക്ഷേ അതിൻ്റെ തണ്ട് നല്ല സ്ട്രോങ് ആണ്. അതേപോലെ അതിൻ്റെ വേരുകൾ അത് കഴിഞ്ഞ് ഒരൊറ്റ തണ്ടായിട്ട് വരികയും മുകളിൽ നല്ല ഭംഗിയുള്ള ഒരു പൂവായിട്ടാണ് നമ്മൾ താമരയെ കാണുന്നത്. അതേപോലെ നമ്മളുടെ ശരീരവും നമ്മളുടെ ഇടുപ്പ് കാലുകളെല്ലാം ഉറച്ച വേരുകളും അതുപോലെ നമ്മളുടെ നട്ടല് താമരയുടെ തണ്ടും നമ്മളുടെ ശിരസിലുള്ള അതായത് ശിരസ് ബ്രെയിന് അതിനോടനുബന്ധപ്പെട്ട ചക്രമാണ് സഹസ്രാര ചക്രം. ആ ചക്രത്തിനെ ഒരു താമരയായിട്ട് സങ്കല്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആസനയുടെ പേര് പത്മാസനം എന്ന് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത് മെഡിറ്റേറ്റീവ് ആസനങ്ങളിലെ ഏറ്റവും ഗുണവത്തായ ആസനം എന്ന് പറയാൻ കാരണം, നിങ്ങൾ പത്മാസനത്തിലിരുന്നാണ് ധ്യാനം ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നട്ടല് അതിൻ്റേതായത് നാച്ചുറൽ ആയിട്ടുള്ള കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റും. ഒരിക്കലും നട്ടൽ നമുക്ക് നിവർത്തി വെക്കാൻ പറ്റും. അങ്ങനെ ചെറിയൊരു വളവും ഇതൊക്കെ ഉള്ളതാണ് നട്ടൽ. അപ്പോൾ ആ നാച്ചുറലായിട്ടുള്ള ആ വളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിവർന്നിരിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ആ മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുമ്പോഴാണ് എന്താകുന്നത്, നമ്മളുടെ ഈ സഹസ്രാര ചക്രം അല്ലെങ്കിൽ എൻ്റെ മൂർധന്യ അവസ്ഥയിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ആഗ്രഹം കാണും പത്മാസനം ചെയ്യാൻ. നമുക്ക് എടുത്തു ചാടി അത് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പം ഞാനൊരു 4 അല്ലെങ്കിൽ 5 ആസനങ്ങൾ പരിചയപ്പെടുത്തി തരാം. പ്രിപ്പറേറ്ററി ആസനങ്ങളാണ്. ഏതിന്? നമ്മുടെ പത്മാസനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും വരും ദിവസങ്ങളിൽ നമ്മൾ പത്മാസനത്തിനുള്ള പരിശീലനം ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പത്മാസനം നമ്മൾ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് ആസനം പെട്ടെന്ന് നമുക്ക് എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു 4 ആസനങ്ങൾ പ്രിപ്പറേറ്ററി സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പത്മാസനം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുള്ള 4 ആസനങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ദിവസവും ചെയ്യണം. ഒരു മാസത്തിനുള്ളിൽ പത്മാസനം ചെയ്യാം എന്നുള്ള ഒരു എയിമോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യമായിട്ട് നമുക്ക് കാല് നീട്ടി വെച്ച് നമ്മൾ ഇടുപ്പിനെ നമ്മളുടെ
തുടഭാഗത്തിനെ നമുക്കൊന്ന് അയച്ചിടാം. അതിനുവേണ്ടി കാലുകൾ നീട്ടി വെച്ചിരിക്കുക. നമ്മളിത് പവനമുക്താസന സീരീസിൽ പഠിച്ചതാണ്. കാല് മടക്കി മറ്റേ കാലിൻ്റെ തുടയുടെ പുറത്ത് വയ്ക്കുക. കുറച്ചൊന്ന് അല്പം സ്പീഡിൽ കാല് നന്നായിട്ട് മുകളിലേക്കും താഴേക്കും ഇതുപോലെ മൂവ് ചെയ്യണം. ഓൾറെഡി നമ്മൾ പവനമുക്താസന സീരീസ് റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും, അല്ലാത്തവരൊന്ന് പതുക്കെ ചെയ്താൽ മതി. അങ്ങനെ ഈ കാല് ചെയ്യുക, വലത്തെ കാല് ചെയ്തു, അതിനോടൊപ്പം തന്നെ നമ്മൾ ഇടത്തെ കാലും ചെയ്തു. എത്ര കൗണ്ട് എന്ന് പറഞ്ഞാൽ 50+ ആണ്, 50+ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 1 2 3 അങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്യാം. അപ്പോൾ 2 കാലും ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് തിത്തിലി ആസനം ചെയ്യാം. അപ്പോൾ തിത്തിലി ആസനം ചെയ്യുമ്പോൾ ഒരു അലൈൻമെൻറ്റ് നമ്മൾ നോക്കണം. വലത്തെ കാല് മടക്കി നിങ്ങളുടെ ഇടത്തെ മുട്ടിൻ്റെ വശത്ത് വേണം നിങ്ങളുടെ പാദം വരാൻ. മുകളിലോ താഴോട്ടോ വെക്കരുത്. ഇതാണ് അലൈൻമെൻറ്റ്. അപ്പോൾ കാല് മടക്കി നമ്മൾ എവിടെ വെക്കണം? മുട്ടിൻ്റെ സൈഡിൽ വെക്കണം. അപ്പോൾ പാദം ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ അടുത്ത കാലെടുത്ത് ഈ പാദത്തിൻ്റെ സൈഡിൽ വെക്കുക. അപ്പോൾ കറക്റ്റ് ഒരു റോംബസ് ഷേപ്പ് നമുക്കിവിടെ കിട്ടും. ഒരാളുടെ ഹൈറ്റിനനുസരിച്ചാണ് നമുക്ക് ഈ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇനി ഫ്രണ്ടിലോട്ട് ഇരുന്ന് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി എനിക്ക് എൻ്റെ അലൈൻമെൻറ്റ് അറിയാവുന്നത് കൊണ്ട് ഞാൻ 2 പാദം ചേർത്ത് വെച്ച് കഴിഞ്ഞു. കറക്റ്റ് റോംബസ് ഷേപ്പ് ഉണ്ട്. എൻ്റെ മുട്ട് ഉയർന്ന് തന്നെ ഇരിക്കും. പാദം ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് മുട്ട് താന്നു പോകും. നമുക്ക് മുട്ട് താക്കണ്ട. ഇനി കൈ കൊണ്ട് 2 പാദത്തിനെയും സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നിവർന്നിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട 2 മുട്ടും മേലോട്ട് ഉയർത്തുക, താക്കുക. അപ്പോൾ പാദം തല തൊടിച്ചുണ്ടോ? ഇതുപോലെ തൊടണം. നല്ല സ്പീഡിൽ നമ്മൾ പാദം മുകളിലേക്കും താഴേക്കും ഇതുപോലെ ചലിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ ആസനയുടെ പേരെന്താ പറഞ്ഞത്? തിത്തിലി ആസനം അല്ലേ? തിത്തിലി ആസനം ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? ബട്ടർഫ്ലൈ പോലെ അല്ലെങ്കിൽ ശലഭത്തിനെ പോലെ നമ്മളെ പാദമല്ല മുട്ട് ചലിക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതൊരു 100 കൗണ്ട് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് തറയിൽ തൊടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പാദവും വരും, അതുപോലെ തന്നെ മുട്ടുകളും വരും. ഈ ഒരു ലെവലിൽ വരുന്നത് വരെ നമ്മൾ ഈ തിത്തിലി ആസനം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി പാദം 2 ചേർത്ത് വെച്ച് കാലുകൾ ചേർത്ത് വെച്ച് നിവർന്നിരിക്കുക. ഹിപ്പ് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കേണ്ടത്. കണ്ണടച്ച് റിലാക്സ് ചെയ്ത് നിവർന്ന് വരാം. അപ്പോൾ നമ്മളിത് പഠിച്ചത് പദ്മാസനം ചെയ്യാനുള്ള ആദ്യത്തെ ബേസിക് ആസനമാണ്. അതാണ് തിത്തിലി ആസനം. തിത്തിലി ആസനത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റും കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് ഇതൊരു ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എപ്പോൾ ചെയ്യാം? രാവിലെയും വൈകുന്നേരവും ചെയ്യാം. വയറ് ഒഴിവായിരിക്കുന്ന സമയത്ത്, അതായത് ഫുൾ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും മുട്ടിനല്ലേ അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂ വരില്ല എന്ന് വിചാരിക്കും. അപ്പോൾ വയറെപ്പോഴും empty ആയിരിക്കണം. ഓക്കെ, വയറെപ്പോഴും empty ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഈ ആസനം ചെയ്യേണ്ടത്. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുക. രാവിലെയും വൈകുന്നേരം മിനിമം കൗണ്ട് 50 ആയിരിക്കണം. ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ പ്രയാസമുണ്ടാകും? നല്ലപോലെ തുടഭാഗം നല്ല വേദന എടുക്കും. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. സാരമാക്കേണ്ട, നന്നായിട്ട് റിലാക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നാളെ പദ്മാസനത്തിൻ്റെ അടുത്ത പ്രിപ്പറേറ്ററി ആസനയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. അങ്ങനെ യോഗ കണ്ടു. നമുക്ക് പെട്ടെന്നൊരു ഇടവേള എടുത്ത് തിരിച്ചു വന്നാലോ? ഇടവേള. അപ്പോൾ നമുക്ക് വീണ്ടും പുത്തൻപുള്ളിയിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നല്ല, 2 ഉണ്ട്. ഒന്നിപ്പോൾ പറയാം. മറ്റേ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ചിലരൊക്കെ ചില വാക്കുകൾ ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. നമുക്ക് വരാം. ശരി. അപ്പോൾ ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനമാണ്. ഈ കടുവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസം. പക്ഷേ വയനാടുകാർക്ക് ഇതത്ര സന്തോഷം നൽകുന്ന വാർത്തയില്ല. കാരണം അവിടുത്തെ മനുഷ്യർ എത്ര കണ്ട് കടുവ തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നമ്മൾ കണ്ടതാണ്. അവരുടെ കഷ്ടപ്പാട് നമ്മൾ അറിഞ്ഞതാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അവരോടത് വംശനാശ ഭീഷണി നേരിടുന്നു പറയാൻ ഒരുപക്ഷെ കഴിയില്ല. കാരണം അത്രയധികം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പരിപാലനവും സംരക്ഷണവും ആഗോള ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ കടുവാ ദിനമാണ്. ആ റിപ്പോർട്ട് കണ്ട് വരാം.
2010 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് കടുവ ഉച്ചകോടിയിലാണ് കടുവകൾക്കായി ഒരു ദിനം എന്ന ആശയം ഉടലെടുക്കുന്നത്. കടുവ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കടുവകളുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കുന്നത്. കടുവകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. കണക്കുകൾ അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ബംഗാൾ കടുവ, സുമാത്രൻ കടുവ, സൈബീരിയൻ കടുവ, പേർഷ്യൻ കടുവ, ജാവൻ കടുവ എന്നിങ്ങനെ വിവിധ ഇനം കടുവ വംശങ്ങൾ ലോകത്തുണ്ട്. വംശനാശ ഭീഷണി അഭിമുഖീകരിച്ച ബംഗാൾ കടുവകളെ 1972 ഭാരതത്തിന്റെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തത്. കടുവകളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി 1973 ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതിയാണ് കടുവ സംരക്ഷണ പദ്ധതി അഥവാ പ്രോജക്ട് ടൈഗർ. ഇന്ത്യയിൽ കടുവ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ ആദ്യത്തെ ദേശീയോദ്യാനം 1936 തുടങ്ങിയ ഹെയ്ലി നാഷണൽ പാർക്കാണ്. പിന്നീട് 1957 ഇതിന് ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന് പുനർനാമകരണം ചെയ്തു. 2023 സെൻസസ് പ്രകാരം 3682 കടുവകളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശും കർണാടകയും ഉത്തരാഖണ്ഡുമാണ്. പെരിയാർ ടൈഗർ റിസർവിലാണ് കേരളത്തിൽ കടുവകൾ കൂടുതലുള്ളത്. ലോകത്തിൽ വംശനാശ ഭീഷണി രൂക്ഷമായി നേരിടുന്ന ജീവിവർഗങ്ങളുടെ പട്ടികയിൽ കടുവകളുമുണ്ട്. അതിനാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പരിപാലനവും സംരക്ഷണവും ആഗോള ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനം. ന്യൂസ് ഡെസ്ക്, ജനം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എവിടെ 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 എന്ന് ചോദിച്ച ആൾ, അതെ, ഇന്ന് കടുവാ ദിനമാണ്. മാത്രമല്ല ഞങ്ങളുടെ പുലിയുടെ ദിനമാണ്. ചീഫ് എഡിറ്റർ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമോ? ഞങ്ങളുടെ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള സാറിന്റെ ജന്മദിനമാണ്. അപ്പോൾ ഞാൻ സാറെന്നും ചേട്ടാന്നും വിളിക്കും. അപ്പോൾ എന്നാലും നമ്മുടെ അഭിമാനമാണ്, ഞങ്ങളുടെ പുലിയാണ് അല്ലേ. അതുകൊണ്ടാണ് നേരത്തെ അങ്ങനെ പറഞ്ഞത്, കടുവാ ദിനമാണ് പക്ഷേ പുലി ദിനമാണ്. അപ്പോൾ സാർ നമുക്കൊപ്പം ചേരും. സാർ നമുക്കൊപ്പം ചേരും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് കൃഷ്ണ. നമസ്തേ, ഹാപ്പി ബർത്ത്ഡേ. നമസ്തേ. താങ്ക് യു. ജന്മദിനാശംസകൾ. താങ്ക് യു വെരി മച്ച്. ഇന്നെങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടോ? വലിയ ആഘോഷമുണ്ടോ? അതെല്ലാം ആഘോഷങ്ങൾക്ക് സമയമില്ല. ഡൽഹിയിലാണ്, മീറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ കോൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ റെഡിയാവുന്നു, മീറ്റിംഗിന് കയറുന്നു. ദിവസം മുഴുവൻ മീറ്റിംഗ് ആണ്. വൈകുന്നേരം അമ്പലത്തിൽ പോകണം. മറ്റ് ആഘോഷങ്ങളൊന്നുമില്ല. അപ്പോ സദ്യയില്ല? ഒരു ആഘോഷം ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രം ആഘോഷമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആഘോഷിക്കാതെ വിടില്ല. ആഘോഷം അതെ, ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് പൊളിച്ചേനെ. നാളെ ആയാലും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ സ്വീറ്റ്സുമായിട്ട് വരണം. ഞങ്ങൾ കേക്ക് റെഡിയാക്കി വെക്കാം. വീട്ടിലെ രാവിലെ വിളിച്ചോ? 2 മക്കൾ അവര് വിളിച്ചോ? PCR-ന്റെ വക സ്പെഷ്യൽ ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. വലിയ തിരക്കാണ്. സ്റ്റുഡിയോയ്ക്ക് പുറത്ത് വലിയൊരു ക്യൂ ഉണ്ട്. ആദ്യം PCR, പിന്നീട് ഡെസ്ക്, എല്ലാവരും ഇങ്ങനെ ആഘോഷം സന്തോഷ നിമിഷം പങ്കുവയ്ക്കുകയാണ്. ക്യാമറ യൂണിറ്റ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ കാര്യം കൂടെ പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോ മണിമംഗലത്തിന്റെ വലിയ കാർഡ് വന്നിട്ടുണ്ട് രാവിലെ തന്നെ. ഉഷാജി പ്രദീപ് പിള്ളാജിക്ക് ജന്മദിനാശംസകൾ പറയുന്നു. ഹരിനാരായണൻ പറയുന്നു. അങ്ങനെ ഒരുപാട് ശരിക്കും പുത്തൻപുലരിയുടെ മുഖമാണ് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ ഞങ്ങളെ രണ്ടുപേരെയും കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമസ്തേ പ്രദീപ് ജി എന്ന് പറഞ്ഞ് പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ദിവസം ഏതായാലും സാറിന്റെ ബർത്ത്ഡേ സുനിൽ മാത്തൂർ, പ്രദീപ് ജി ചെലവ് വേണമെന്ന് പറയുന്നുണ്ട് സുനിൽ മാത്തൂർ. അപ്പോൾ വളരെ സന്തോഷമാണ്, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ബാബു ശ്രീജിത്ത്, ഒരുപാട് പേര് കേട്ടോ, ഗിരിജ, എല്ലാവർക്കും നന്ദി പറയാം. ഇന്ന് പുത്തൻപുലരിക്ക് സമയം കുറവാണെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും നമുക്കുള്ളൊരു ശാസന കൂടി ഇടയ്ക്ക് അവിടെയും ഞങ്ങൾക്ക് പണി. അപ്പൊ സന്തോഷം സാർ, വിളിക്കാം. ഇത് കഴിഞ്ഞ് വിളിക്കാം, വീണ്ടും വിളിക്കാം. സന്തോഷം സാർ, ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ. അപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോഴേ കമന്റ് ബോക്സ് പെട്ടെന്ന് ഇങ്ങനെ ശരവേഗത്തിൽ പാഞ്ഞു പോവുകയാണ്. ജന്മദിനാശംസകൾ ഇങ്ങനെ പടപടപടപടാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഉഷാ നെല്ലൂർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കടുവാ ദിനം മാത്രം. ഓക്കെ, നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം. നമുക്ക് സമയപരിമിതി ഉണ്ടല്ലോ. യെസ്, 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയും രാജ്യസഭയും ഇന്ന് വീണ്ടും ചേരുന്നുണ്ട്. ബജറ്റ് ചർച്ചകൾ ഇന്നും തുടരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇന്ന് ലോക്സഭയിൽ സംസാരിക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇന്ന് വീണ്ടും പാർലമെന്റിലേക്ക് പോകുന്നു. അവിടെ തുടരുന്നത് ബജറ്റ് ചർച്ചകളാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ ചർച്ചകൾ തുടരുക?
വീണ, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പാർലമെന്റിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും ബഹളവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ചർച്ച ലോക്സഭയിലും രാജ്യസഭയിലും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ശനി ഞായർ ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ ഒരു ഇടവേള കഴിഞ്ഞ് വീണ്ടും ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ബജറ്റിൻ്റെ ചർച്ചയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ സംസാരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ രാജ്യസഭയിലും ഇന്നിപ്പോൾ പല പ്രമുഖ നേതാക്കളും ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ മലയാളി വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് പാർലമെന്റിൽ ഈ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉന്നയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ, ഓക്കെ, ശരി ഗൗതം. സമയത്തിന്റെ കുറവ് ഗൗതമിന് നന്നായി അറിയാം. ഗൗതം കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ പാർലമെന്റ് തുടങ്ങുമ്പോൾ ഗൗതമിന് നന്നായി അറിയാം ഇവിടെ നിന്നിങ്ങനെ ലൈവ് നൽകിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇനി മറ്റ് സെഗ്മെന്റുകളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ഇനി പുണ്യം ദർശനം. രാമായണ മാസമാണ്. രാമായണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ പിറവത്തുള്ള മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. ജില്ലയിലെ 4 അമ്പല ക്ഷേത്രങ്ങളിലൊന്നായ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളുമായി ക്ഷേത്ര ദർശനം കാണാം. കേരളത്തിലെ 4 അമ്പലങ്ങളിൽ പ്രസിദ്ധങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള 4 അമ്പലങ്ങൾ. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ 4 അമ്പലങ്ങൾ. വനവാസകാലത്ത് 4 മാതൃകാ സഹോദരന്മാരായ ഭഗവാന്മാരുടെയും സാന്നിധ്യം ഉണ്ടായതായി വിശ്വസിക്കപ്പെടുന്ന പ്രദേശവുമാണിത്. എറണാകുളം ജില്ലയിലെ 4 അമ്പല ദർശനപാതയിലെ ആദ്യ ക്ഷേത്രമായ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന്. ശ്രീരാമ ഭഗവാന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിപുരാതനമാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കം ക്ഷേത്രത്തിനുണ്ടെങ്കിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ ഉതകുന്ന നിർമ്മിതി തന്നെയാണ് ക്ഷേത്രത്തിന്റെ സവിശേഷത. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് പ്രൗഢഗംഭീരമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മീനൂട്ടും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. രാമായണവുമായി ബന്ധപ്പെട്ട ഏറെ കാര്യങ്ങൾ ക്ഷേത്രത്തെപ്പറ്റി പറയാനുണ്ട്. രാമായണത്തിൽ പരാമർശിക്കുന്ന പല സംഭവങ്ങൾക്കും മാമലശ്ശേരി സാക്ഷ്യം വഹിച്ചതായി പറയുന്നു. സ്ഥലത്തിന്റെ പേര് മുതൽ വിശ്വാസങ്ങൾ വരെ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. മാരീചനും മാതുലനുമെല്ലാം ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. വനവാസകാലത്ത് ശ്രീരാമ ഭഗവാൻ ഈ പ്രദേശത്ത് ഒരു പർണശാലയിൽ താമസിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം. സീതാപഹരണം എന്ന ലക്ഷ്യത്തിൽ രാവണന്റെ നിർദ്ദേശാനുസരണം മാതുലനായ മാരീചൻ മാനിന്റെ രൂപത്തിൽ പർണശാലയ്ക്ക് സമീപത്തെത്തി. സീതാദേവിയെ കബളിപ്പിക്കാൻ മാരീചന് കഴിഞ്ഞുവെങ്കിലും വേഷം മാറി മാനായി എത്തിയ മാരീചനെ ശ്രീരാമ ഭഗവാൻ തിരിച്ചറിഞ്ഞു. മാൻ ആരാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമ ഭഗവാൻ അമ്പെയ്ത് അതിനെ വീഴ്ത്തി. വേഷം മാറിയെത്തിയ മാൻ കബളിപ്പിക്കൽ നടത്തി ഓടിയ സ്ഥലം മാനാടി എന്നറിയപ്പെട്ടു. രാമന്റെ അമ്പേറ്റ് മാൻ വീണ സ്ഥലത്തിന് മാൻമലച്ചേരി എന്ന നാമവും ലഭിച്ചു. പിന്നീട് ഇത് മാമലശ്ശേരിയായി മാറി. മാനിന്റെ മേൽഭാഗം വീണ സ്ഥലം മേമുറി എന്നും കീഴ്ഭാഗം വീണ സ്ഥലം കീഴ്മുറി എന്നും അറിയപ്പെട്ടു. ഈ 2 സ്ഥലങ്ങളും മാമലശ്ശേരിക്ക് സമീപത്തായിട്ടുണ്ട്. മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ശ്രീരാമ ഭഗവാനെ ഇവിടെ ആരാധിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ശ്രീരാമസ്വാമിക്ക് കുടംപാല്, പാൽപ്പായസം, വെള്ളി കൊണ്ട് അമ്പും വില്ലും സമർപ്പണം, തുളസിമാല, സ്വർണ്ണ ഗോപി ചാർത്തൽ, ഇതെല്ലാമാണ് ശ്രീരാമസ്വാമിയുടെ പ്രധാന വഴിപാടുകൾ.
പ്രധാന ഉപദേവൻ ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിക്ക് കുന്നിക്കുരുപറ വിദേശയാത്രാ തടസ്സം പോലുള്ള കാര്യങ്ങളിൽ കുന്നിക്കുരുപറ പ്രധാന വഴിപാടുകളാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ കുന്നിക്കുരുപറ വയ്ക്കാനായിട്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, വെള്ളി കൊണ്ടുള്ള ഗദ സമർപ്പണം, വെറ്റില സമർപ്പണം, വെറ്റില മാല എന്നിവ പ്രധാന വഴിപാടുകളാണ്. ശിവൻ, ഗണപതി, അയ്യപ്പൻ തുടങ്ങിയ ദേവന്മാരും ശ്രീകോവിലിലുണ്ട്. വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയെയും കിഴക്കുമാറി പടിഞ്ഞാറോട്ട് ദർശനമായി ദുർഗയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദിവസവും 3 പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുക. 2009 മുതലാണ് സമീപ പ്രദേശങ്ങളിലുള്ള 4 ദശരഥപുത്ര ക്ഷേത്രങ്ങൾ ചേർത്ത് നാലമ്പല ദർശനത്തിനുള്ള സൗകര്യം ഭക്തർക്ക് ഒരുക്കി തുടങ്ങിയത്. 2009 എറണാകുളം ജില്ലയിൽ നാലമ്പല ദർശനം എന്ന ആശയം വരുന്നതും അതിന് തുടക്കം കുറിക്കുന്നതും. കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് രാമായണ കഥയുമായി ഏറെ ബന്ധമുള്ള ഈ പുണ്യസ്ഥലത്ത് നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ഒട്ടനവധി ഭക്തരാണ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം തേടി മാമലശ്ശേരിയിലേക്ക് എത്തുന്നത്. ശ്രീരാമ ഭഗവാന്റെ പുണ്യപാദസ്പർശമേറ്റ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശന പുണ്യം നേടി ഇനി മേമുറി ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് യാത്ര. എറണാകുളം ജില്ലയിലെ ദശരഥ ക്ഷേത്ര പുണ്യം തേടിയുള്ള യാത്ര തുടരും. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുൻ മുരളി. ഈ രാമായണങ്ങളുടെ അപൂർവമായ കലവറ കൊണ്ട് ശ്രദ്ധേയമായ ഒരു പുസ്തകശാലയുണ്ട് വൈക്കം ക്ഷേത്രനഗരിയിൽ. പടിഞ്ഞാറനടയിലെ മലയാള രാജ്യം എന്ന ഈ പുസ്തകശാലയിൽ വിവിധ ഭാഷകളിലുള്ള 30-ലധികം രാമായണങ്ങളാണ് ഉള്ളത്. ഹൈന്ദവ ഭവനങ്ങളെല്ലാം രാമകഥയുടെ മധുരം നുണയുകയാണ് കർക്കടകത്തിൽ. ദേശത്തിനും കാലത്തിനുമനുസരിച്ച് രാമായണത്തിന്റെ വകഭേദങ്ങൾ ഏറെയുണ്ടായിട്ടുമുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള മലയാള രാജ്യമെന്ന പുസ്തകശാലയിലെത്തിയാൽ വിവിധ ഭാഷകളിലുള്ള 30-ലധികം രാമായണങ്ങളെ അറിയാം. മലയാളം, ഹിന്ദി, സംസ്കൃതം, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള വിവിധങ്ങളായ രാമായണങ്ങൾ. രാമായണവും രാമായണത്തിന്റെ വിവിധ ഭാഷകളിലുള്ള വ്യാഖ്യാനങ്ങളും രാമായണ സാഹിത്യങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ് ഈ പുസ്തകശാല. ഒറിജിനലായിട്ടുള്ള അധ്യാത്മരാമായണം, അതുകൂടാതെ വാൽമീകി രാമായണം മൂലം അതിൻ്റെ ഹിന്ദി വ്യാഖ്യാനം, ഇംഗ്ലീഷ് വ്യാഖ്യാനം, അതുകൂടാതെ തമിഴിലുള്ള കമ്പരാമായണത്തിൻ്റെ മലയാളം വിവർത്തനം, അങ്ങനെ വിവിധ ഭാഷകളിലുള്ള രാമായണങ്ങളും അത് രാമായണ സാഹിത്യങ്ങളും രാമായണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള സാഹിത്യങ്ങളും അല്ലെങ്കിൽ ഏകദേശം 30-ലേറെ 50ഓളം പുസ്തകങ്ങൾ നമ്മൾ ഈ കർക്കിടമാസം പ്രമാണിച്ച് ഇപ്പോൾ ജനങ്ങളിലെത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പുസ്തകശാല നടത്തുന്ന എൻ മനോജ് കുമാറിന്റെ മുത്തച്ഛൻ ഗോപാലകമ്മത്താണ് 75 വർഷം മുമ്പ് പുസ്തകശാല തുടങ്ങിയത്. അന്നു മുതൽ ഇവിടെ രാമായണം വിൽപ്പനയ്ക്കുണ്ട്. രാമായണത്തിന്റെ വ്യാഖ്യാനങ്ങൾ കിട്ടാവുന്നത്ര തേടിപ്പിടിച്ച് ശാലയുടെ ഭാഗമാക്കുക എന്നത് ഒരു ശീലമായാണ് ഇവർ കാണുന്നത്. കച്ചവടം എന്നതിലുപരി ഒരു സംസ്കൃതി നിലനിർത്താനുള്ള ശ്രമമാണ് വിവിധ ഭാഷകളിലെ രാമായണത്തിന്റെ ശേഖരണത്തിന് പിന്നിൽ. ജനം, കോട്ടയം. രാമായണ മാസമാണ്. ഇപ്പോൾ രാമായണ വിശേഷങ്ങൾ അവസാനിക്കുന്നതിൽ ഇനിയുമുണ്ട് വാർത്ത. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി ആചരിച്ച് പ്രവാസികൾ. ദുബായിലെ വിവിധ ഹൈന്ദവ ഗൃഹങ്ങളിൽ മാറി മാറിയാണ് രാമായണ പാരായണവും കഥ പറച്ചിലും എല്ലാം നടക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും പാരായണം. രാമായണശീലുകളാൽ മുഖരിതമാണ് പ്രവാസ ലോകവും. മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടി സുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമ്മ. ഇടമുറിയാതെ പെയ്യുന്ന മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ്. ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമ ജപങ്ങളുടെ നാളുകളാണ്. UAEയിൽ ഹൈന്ദവ ഗ്രഹങ്ങൾ രാമായണശീലുകളുടെ നിറവിലാണ്. ശിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ്ഭുജ മധ്യസ്ഥമാരായതു കുമാരനാം കൽപ്പിതും ദാതാവിനാലെന്തെന്നാലു ദൂവരും രാഘവനേകം പറഞ്ഞിടിനോരനന്തരം. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത്. തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും
പാണികൾ കൊണ്ടു തവ ഭീഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചു. ദുബായ് മുഹൈസന മലയാളി കൂട്ടായ്മയുടെ കർക്കിടക മാസത്തിൽ ആചരിക്കുന്ന രാമായണം എല്ലാ വിവിധ കുടുംബങ്ങളിൽ ഒരു മാസത്തോളമായി നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. നമ്മൾ ജോലി സമയം കഴിഞ്ഞിട്ട് എല്ലാവരും പ്ലാൻഡ് ആയിട്ടാണ് ഈ മാസത്തിൽ നമ്മൾ നടത്തി വരാറുള്ളത്. അപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് നേരിട്ട് ഇതിനു വേണ്ടി വരികയല്ല. നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണ പാരായണം ചെയ്യുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത്. ഇവിടെ എത്തിയിട്ട് രാമായണ പാരായണം തുടങ്ങിയവരും ധാരാളമുണ്ട്. ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ധനിജപതികോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാദൂരം ഭവൽസ്വരൂപിണം ഭവഭീവിരഹിതം. ഞാനും ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെങ്കിൽ നമുക്ക് അതിനോടുള്ള ആ ഇഷ്ടം കാരണം, രാമായണത്തോടുള്ള ഇഷ്ടം, നമ്മൾക്ക് എല്ലാവരും കൂടി ഒത്തുചേർന്നിരുന്നൊന്ന് സന്തോഷമായിട്ടിരിക്കാനുള്ള അവസരം. അതുകൊണ്ട് ജോലി കഴിഞ്ഞ് എല്ലാവരും മാക്സിമം ഓടിയെത്താൻ ശ്രമിക്കുന്നു. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം എല്ലാവരും എത്താറുണ്ട്. കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ യുഎഇയിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. അശോക വനികയിലാണ് സീതാദേവിയെ പാർപ്പിക്കുന്നത്. അവിടെ ശിംശിബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരുപാട് രാക്ഷസിമാരെ കാവൽ നിർത്തി അവിടെ ദേവിയെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ നമ്മൾ ആ സീതാ അപഹരണത്തിൻ്റെ നാട്ടിലേക്കാൾ ഭക്തി നിർഭരമാണ് പ്രവാസ ലോകത്തെ രാമായണ മാസാചരണം. രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്. രാമായണ വിശേഷങ്ങൾ ഒരുപാടായി. രാമായണ നാമം ചൊല്ലുന്നുണ്ട് പല പ്രേക്ഷകരും. ഇതിന് താഴെ വന്ന് നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒപ്പം വിജേഷ് പി പറഞ്ഞു കേട്ടോ, ഭരണിയിൽ പിറന്ന പ്രദീപ് ജിക്ക് അതെ, പ്രദീപ് സാറിന് ഇപ്പോഴും ഒരുപാട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പിറന്ന നാൾ അല്ല, ബർത്ത്ഡേ, അതായത് ഇംഗ്ലീഷ് ഡേറ്റ് ആണെന്ന്. അതുകൊണ്ട് ഭരണി നാളല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ പറ്റിച്ചാണോ എന്ന് അറിയില്ലല്ലോ. ഏതായാലും നിരവധി പേരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സുൽമാത്തൂർ പറയുന്നുണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് വലിയ ആഘോഷമാക്കാം, ഒരു സൂചന തരാമായിരുന്നു എന്നുള്ളത്. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ ഇന്നലെ വളരെ വൈകിയാണ് ഇത് കണ്ടെത്തിയത്. എന്നിട്ട് സംശയം ഉണ്ടായിരുന്നു. ഓണെയറിൽ ഇരുന്നിട്ടാണ് മെസ്സേജ് അയച്ച് ഉറപ്പുവരുത്തിയത് ബർത്ത്ഡേ ആണോ. ഉറപ്പ് വരുത്തിയ ശേഷമാണ് നമ്മളത് പറഞ്ഞത്. ഓക്കെ, ഏതായാലും അളമുട്ടിയ ചേര ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ വിവിധ തരം കമന്റുകളുമായി. പക്ഷേ കൊത്തില്ലല്ലോ, വിഷമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞ ശേഷം ന്യൂസ് പേപ്പർ വിലയിരുത്തലുമായി പേപ്പർ ഉണ്ടാകും. കൃഷ്ണപ്രിയ എത്തും. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ആദ്യത്തെ വാർത്ത നോക്കാം. പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് ആദ്യത്തെ മെഡൽ. ഒരു നിറപ്പുഞ്ചിരി എന്ന തലക്കെട്ടോടുകൂടിയാണ് മനോരമ പത്രത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. മനു ബാക്കറയ്ക്കാണ് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയത്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ തോക്കിൻ്റെ തകരാറ് മൂലം തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിരിക്കുകയാണ് മനു ബാക്കറെ. നോവായി നെവിൻ. ഡൽഹിയിലെ IAS പരിശീലന കേന്ദ്രത്തിലെ ലൈബ്രറിയിൽ മലിനജലം കയറി മുങ്ങി മരിച്ച 3 വിദ്യാർത്ഥികളിൽ ഒരു മലയാളി വിദ്യാർത്ഥി കൂടിയുണ്ട്. നെവിനാണ് ഇന്നലെ ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാർ. ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി നിയമിച്ചിരുന്നു. മുതിർന്ന BJP നേതാവ് ഓം പ്രകാശ് മാത്തൂറിനെ സിക്കിം ഗവർണറായി നിയമിച്ചു. സന്തോഷ് കുമാർ ഗാംഗ്വാറിലെ ജാർഖണ്ഡിലെ ഗവർണറായും നിയമിച്ചു. ത്രിപുര ഉപമുഖ്യമന്ത്രി ജിഷ്ണുദേവ് വർമ്മയാണ് തെലങ്കാന ഗവർണർ. മഹാരാഷ്ട്രയിലെ മുൻ നിയമസഭാ സ്പീക്കറായ ഹരിബാവു കിസൻഡാവു ബാഗ്ഡയെ രാജസ്ഥാനിലെയും ആസാമിലെ മുൻ MP രാമൻ ദക്കയെ ഛത്തീസ്ഗഡ് ഗവർണറായും നിയമിച്ചു. തിരിച്ചു തന്നില്ല എന്ന തലക്കെട്ടോടുകൂടി കാണുന്ന വാർത്ത മാധ്യമത്തിലെയാണ്.
അർജുൻ്റെ തിരച്ചിലിനെ കുറിച്ചാണ്. ഇന്നലെ മുങ്ങിത്തിരച്ചിൽ 2ാം ദിനമായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച ഫലം നമുക്ക് കിട്ടിയില്ല. രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കുറച്ച ദൗത്യസംഘം പതിയെ പിൻവാങ്ങി തുടങ്ങിയതിനോടെ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇന്നലെയും വിഫലമായി. മനോരമ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. കോർപ്പറേഷൻ പദ്ധതികളിൽ വൻ ഭേദഗതി. സാമ്പത്തിക വർഷം 4 മാസം പിന്നിടും മുൻപാണ് വാർഷിക പദ്ധതികളിൽ ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ജന്മഭൂമി പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. നടൻ രാജൻ പി ദേവ് ഓർമ്മയായിട്ട് ഇന്ന് 15 വർഷം തികയുകയാണ്. പക്ഷേ ജന്മനാട്ടിൽ സ്മാരകത്തിനായുള്ള കാത്തിരിപ്പ് ഇനിയും നീളുകയാണ്. ഇതോടെ ഈ പേപ്പർ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. തിരികെ വീണയിലേക്കും കൃഷ്ണരാജിലേക്കും. ഓക്കെ, ഈ പേപ്പറിനും ശേഷം നമുക്ക് മറ്റു വിശേഷങ്ങൾ കൂടി കടക്കാം. പുത്തൻപുലരിയുടെ ഭാഗമായി ഒരു റിപ്പോർട്ട് കൊച്ചിയിൽ നിന്നുള്ളത്. ഈ കൊച്ചിയും കുടകും തമ്മിൽ എന്തെങ്കിലും വായിക്കരുത്. അതെ, കുടകും എന്ന് എഴുതിയിരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് കടുകും എന്ന് കൂടി തോന്നി. പക്ഷെ കൊച്ചിയും കുടകും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പറയത്തക്ക ബന്ധങ്ങളൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ ഈ കുടക് ദേശത്തിൻ്റെ കഥ, ആ ദേശത്തിനൊരു കഥയുണ്ട്. അത് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ചുമർചിത്ര വർണ്ണങ്ങൾ. കാവേരി ഒഴുകുന്ന കുടക് ദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പുരാണവും എല്ലാം ഒരൊറ്റ ക്യാൻവാസിൽ അതിമനോഹര ചുമർചിത്രമാക്കി മാറ്റിയത് ചിത്രകലാകാരനായ മനോജ് മത്തശ്ശേരിയാണ്. കാണാം വരയിൽ തീർത്ത ഒരു ദേശത്തിൻ്റെ കഥ. ഈ കാണുന്നത് കുടകിന്റെ കഥയും ചരിത്രവുമാണ്. എല്ലാം ഒറ്റ ക്യാൻവാസിൽ, ഒറ്റ കാഴ്ചയിൽ കുടക് ചുറ്റി ഒരു യാത്ര. കുടകിന്റെ കഥ ചുമർ ചിത്രമാക്കണം. ആവശ്യം കുടക് സ്വദേശികളായ ഒരു കുടുംബത്തിന്റെ തന്നെ. പുതിയ വീടിന്റെ ചുമരിൽ പതിപ്പിക്കുകയാണ് ഉദ്ദേശ്യം. ചിത്രത്തിന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണത വേണം, അത് നിർബന്ധം. കുടക് ദേശത്തെ ചുമർ ചിത്രമാക്കാൻ ആ കുടുംബം സമീപിച്ചതാകട്ടെ ഇങ്ങ് കൊച്ചിയിലുള്ള ഒരു കലാകാരനെയും. ചിത്രകാരൻ മനോജ് മത്തശ്ശേരി കുടക് പശ്ചാത്തലമാക്കി ഒരു ചിത്രകാവ്യം തന്നെ രചിച്ചു. കുടകിന്റെ ഓരോ സൂക്ഷ്മതലവും വർണ്ണിക്കുന്ന എത്ര കണ്ടാലും മതിവരാത്ത ഒരു മനോഹര ചിത്രകാവ്യം. അഗസ്ത്യമുനിയും കാവേരിയും തമ്മിലുള്ള ബന്ധവും, കാവേരി നദിയുടെ ഉത്ഭവവും, തലക്കാവേരി ക്ഷേത്രവും, കുടകിന്റെ വേഷപ്പകർച്ചയും കാർഷിക സമൃദ്ധിയുമെല്ലാം ചിത്രത്തിൽ വിവരിച്ചിരിക്കുന്നതിനെപ്പറ്റി മനോജ് മത്തശ്ശേരി തന്നെ പറയും. അഗസ്ത്യമുനി വിന്ധ്യപർവ്വതം കടന്ന് ഇങ്ങോട്ട് വരുന്ന, അതായത് വിന്ധ്യപർവ്വതം കടന്നു വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് കാവേരി എന്ന് പറഞ്ഞ കുമാരിയെ കാണുകയാണ്. അതായത് കാവേരി ശരിക്കും ബ്രഹ്മാവിൻ്റെ ഒരു ബ്ലെസ്സിങ്ങോട് കൂടിയിട്ട് കവേര എന്ന് പറഞ്ഞ മുനിക്കുണ്ടായ ഒരു പുത്രിയാണ്. അപ്പം കാണുകയും അങ്ങേരെ അതിൽ ആകൃഷ്ടരാകുകയും ചെയ്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് കല്യാണം കഴിക്കണം എന്ന് പറയണം. അപ്പോൾ കല്യാണം നടത്തുന്ന സീനാണ് ഈ കാണിച്ചിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഇവരുടെ ആ ഒരു ഹണിമൂൺ പീരീഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ഇവർ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അതായത് ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകില്ല, ഒരു സ്ഥലത്തും അഗസ്ത്യമുനി പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കുളിക്കാൻ പോണ സമയത്ത് കയ്യിലുള്ള ഈ കമണ്ടലുവിൻ്റെ അകത്ത് ഈ കാവേരിയെ നിറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇദ്ദേഹം കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് കാവേരി ദേശത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു നദിയായിട്ട് ഒഴുകുകയാണ്. ആ നദിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാവേരി നദി എന്ന് പറയുന്നത് കുടകുകാരെ സംബന്ധിച്ചിടത്തോളം അത് വെറൊരു നദി മാത്രമല്ല, അവർക്കതൊരു ദേവി കൂടിയാണ്. അവർ കാവേരിയെ ഒരുപാട് ആരാധിക്കുന്ന ഒരു ദേവി കൂടിയാണ്, ദേവത കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും അവിടെ തലക്കാവേരി ഒരു വലിയ അമ്പലമുണ്ട്. പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ആ തലക്കാവേരി ഇപ്പോൾ ഉള്ള രീതിയിൽ ചിത്രീകരിച്ചാൽ ഈ ചിത്രത്തിൻ്റെ ഭംഗി പോകും. അതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ശ്രീകോവിലിരിക്കുന്ന സ്ഥലം മാത്രം വരച്ചിട്ട് അവിടെ പ്രതിഷ്ഠ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കാവേരി നദി ഇങ്ങനെ ഒഴുകുന്നതാണ് ഇതിലെ പ്രധാന പ്രമേയം. അതാണ് ഇതിലെ ഐതിഹ്യം പറയുന്നത്. ഈ സൈഡ് ഇപ്പുറം അവരുടെ കൾച്ചറാണ് ചെയ്തിരിക്കുന്നത്. അതായത് കുടകിൽ അവരുടെ ആണുങ്ങൾക്കാണെങ്കിലും സ്ത്രീജനങ്ങൾക്കാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡ് വെച്ചിട്ട് മാത്രമേ അവരവരുടെ ട്രഡീഷണൽ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുള്ളൂ. ഈ സാരി തിരിച്ചുകൊടുക്കുന്നത് പോലും കാവേരി പറഞ്ഞതനുസരിച്ചിട്ടാണെന്നാണ് പറയുന്നത്. സാരി തിരിച്ചുകൊടുത്താൽ കാവേരി അതിൽ കൂടി ഒഴുകാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞതനുസരിച്ചിട്ട് തിരിച്ചുകൊടുത്ത രീതിയിലാണ് ഈ സാരിയിൽ ഈ സ്ത്രീകളെ മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ആണുങ്ങളാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ് കോഡുണ്ട്. തലയിൽ മാനിൻ്റെ കൊമ്പ് വച്ചിട്ടുള്ളൊരു ഡാൻസ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫോമാണ്.
ആ ഡാൻസ് ഫോം കാണിച്ചിട്ടുണ്ട് ആണുങ്ങൾ. പിന്നെ അവരൊരു നമ്മളുടെ കയ്യിലുള്ള ഉടുക്ക് പോലുള്ള ഒരു ചെറിയൊരു ഡ്രം പോലൊരു കാര്യത്തിൽ അവർ ചെറിയ വടി വെച്ച് കൊട്ടുന്ന ആണുങ്ങളുടെ മറ്റൊരു ഡാൻസ് ഫോമിൻ്റെ ഒപ്പം അവർ ഋതമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ കാണാം കാപ്പിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിള. ഈ കാപ്പിത്തോട്ടങ്ങളാണ് ഇതിൻ്റെ ബാക്കിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ അതുകൂടാതെ കാട് കാണിച്ചിട്ടുണ്ട്. കാടിൻ്റെ അപ്പുറത്ത് നമ്മൾ കാട്ടുപോത്ത് കാര്യങ്ങളൊക്കെ കാണിച്ചു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് നെല്ല്, അവരുടെ വയലുകൾ, അവരുടെ കൃഷി എന്ന് പറയുന്ന പ്രധാനം. അപ്പോൾ കാർഷികമായിട്ടുള്ള ആ ഒരു സംസ്കാരം കൂടി കാണിക്കണം എന്ന് പറഞ്ഞനുസരിച്ച് നമ്മൾ കാപ്പി, നെല്ല് എല്ലാം ഇതിൽ ആഡ് ചെയ്തു. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഒരു തെയ്യം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഒരു തെയ്യ രൂപം, നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു തെയ്യം അവിടെയും ആരാധിക്കുന്നുണ്ട്. അതായത് വിന്ധ്യപർവ്വതം, കുടകമലകൾ കടന്നുപോയ ഒരു തെയ്യമുണ്ട്. അത് നമ്മളിവിടെ ഈ രീതിയിൽ ഈ സൈഡിലായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇന്ന് നമ്മൾ കാണുന്ന കുടകിൻ്റെ ഒരു പഴയ സംസ്കാരം, കാർഷിക സംസ്കാരം, അവരുടെ ഐതിഹ്യം, ഹിസ്റ്ററി എല്ലാം ചേർത്തിട്ടുള്ളൊരു ഫുൾ പെയിന്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം മനോജ് മത്തശ്ശേരിയുടെ വ്യത്യസ്ത കലാസൃഷ്ടികൾ നേരത്തെയും ശ്രദ്ധ നേടിയിട്ടുണ്ട്. കുടകിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് മനോജ്. ചിത്രത്തിന്റെ ആവശ്യക്കാരായ കുടക് സ്വദേശികളുടെ വീടിന്റെ ചുമരിൽ തന്റെ കലാസൃഷ്ടി പതിപ്പിക്കുന്നതിനായി. വർണ്ണമനോഹര ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം മിഥുൻ മുരളി, ജനം, കൊച്ചി. ഈ സമീപകാലത്തായിട്ട് ഈ കയാക്കിംഗ് നമ്മുടെ ഒരു ജനപ്രിയ ഇനമായി മാറിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ആലപ്പുഴയിൽ ചെന്നാൽ വൈകുന്നേരങ്ങളിൽ പരിശീലനം നടത്തുന്നവരെ കാണാം. ഇത് നമുക്ക് ശരിക്കും അപ്രാപ്യമെന്ന് തോന്നിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ എന്നാൽ തുഴച്ചിലുകാർ ഏറെയുള്ള ഒരു നാടാണ് താൻ. അപ്പോൾ കയാക്കിംഗ് എന്ന പേരിൽ അത് സജീവമാകുന്നത് ഈ അടുത്ത കാലത്താണ്. അത് കോഴിക്കോട്, ആലപ്പുഴയൊക്കെ ഇതൊരു വലിയ ഫെസ്റ്റിവലായി മാറാറുമുണ്ട്. നമുക്ക് ആ പേര് ഉപയോഗിച്ച് തുടങ്ങിയത് ഇപ്പോഴായിരിക്കും. ആവേശം പകർന്ന മത്സരങ്ങൾക്കൊടുവിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 10ാമത് പതിപ്പിൽ റാപ്പിഡ് രാജയായി ന്യൂസിലൻഡ് താരം മനുവിങ് വാക്കറും റാപ്പിഡ് റാണിയായി ജർമ്മൻ താരം മരിസയും വിജയകിരീടം ചൂടി. പുഴയുടെ ആഴങ്ങളിലേക്ക് തുഴയെറിഞ്ഞ് 4 നാളാണ് സ്വദേശികളും വിദേശികളും അടക്കമുള്ള താരങ്ങൾ കാണികൾക്ക് അത്യാവേശം പകർന്നത്. ഇരുവഴിഞ്ഞു പുഴയുടെ ഇരുകരകളിലെയും ജനാവലിയെ സാക്ഷിയാക്കി സൂപ്പർ ഫൈനലോടെയാണ് മത്സരങ്ങൾക്ക് പരിസമാപ്തിയായത്. പ്രയാസം നിറഞ്ഞതും ഏറ്റവും ദൈർഘ്യമേറിയതുമായ ഡൗൺ റിവർ മത്സരമാണ് സൂപ്പർ ഫൈനലിൽ നടന്നത്. ടൂറിസത്തിന് കേരളത്തിൽ അനന്ത സാധ്യതകളാണുള്ളതെന്നും ഇത്തരം മത്സരങ്ങൾ അതിനു മുതൽക്കൂട്ടാണെന്നും സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി OR കേളു പറഞ്ഞു. ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനം ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനും കാണാനും വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൂറിസം കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ടൂറിസം പദ്ധതികളെ പരമാവധി നമ്മുടെ സംസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, DTPC, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഫെസ്റ്റിവൽ നടന്നത്. ജനം, കോഴിക്കോട്. ഭാരതീയ വിചാര കേന്ദ്രം തിരുവനന്തപുരം സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഡോക്ടർ MS വല്യത്താൻ ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബിഹാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വല്യത്താൻ്റെ സംഭാവനകൾ സമൂഹം എന്നും ഓർക്കുമെന്നും വിയോഗം നാടിനുണ്ടായ തീരാവേദനയെന്നും സഞ്ജയ് ബിഹാരി അനുസ്മരിച്ചു. ഭാരതീയ വിചാര കേന്ദ്രം തിരുവനന്തപുരം സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ MS വല്യത്താൻ ശ്രദ്ധാഞ്ജലി സഭ സംഘടിപ്പിച്ചത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബിഹാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വല്യത്താന്റെ സംഭാവനകൾ സമൂഹം എന്നും ഓർക്കുമെന്നും വിയോഗം നാടിന് തീരാ വേദനയാണെന്നും സഞ്ജയ് ബിഹാരി അനുസ്മരിച്ചു. The greatest homage that we can pay to him is by setting his example, by setting him as an inspiration and trying to understand that he has created a legacy
which is also a great responsibility for us to take his work even further than where he actually envisaged it will go. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. ശ്രീചിത്ര ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗം തലവൻ ഡോക്ടർ PR ഹരികൃഷ്ണവർമ്മ, കോട്ടക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ഡോക്ടർ K മുരളീധരൻ, പ്രൊഫസർ KP സുധീർ, പ്രൊഫസർ അച്യുതശങ്കർ, ഡോക്ടർ PS മുരളീധരൻ എന്നിവർ അനുസ്മരണ സഭയിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. ഇസ്ലാം മത പണ്ഡിതനും പരിഷ്കർത്താവുമായിരുന്ന ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തിന് 31 വയസ്സ്. മതപൗരോഹിത്യം അടിച്ചേൽപ്പിക്കുന്ന വികലമായ വിശ്വാസങ്ങൾക്കെതിരെ യഥാർത്ഥ വിശ്വാസം മുറുകെ പിടിച്ചു പോരാടിയ ചേകന്നൂർ മൗലവിയുടെ രക്തസാക്ഷിത്വ ദിനത്തെ മതഭീകരത വിരുദ്ധ ദിനമായാണ് ആചരിക്കുന്നത്. പരമ്പരാഗതമായി അനുഷ്ഠിച്ചു പോകുന്ന ഇസ്ലാം ബോധത്തിന് തിരുത്തലുകൾ ആവശ്യമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്ലാം പണ്ഡിതൻ ചേകന്നൂർ മൗലവിയെ 1993 ജൂലൈ 29 രണ്ടംഗ സംഘം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അറേബ്യൻ പാരമ്പര്യവാദികൾ കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ വിശുദ്ധ ഖുറാനെ ദുർബലപ്പെടുത്തിയെന്ന് ചേകന്നൂർ മൗലവിയും അദ്ദേഹത്തിന്റെ സംഘടനയായ ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയും അഭിപ്രായപ്പെട്ടു. ഹജ്ജിലെ കല്ലേറിനെയും ഹദീസുകളെയും അദ്ദേഹം വിമർശിച്ചു. 5 നേരം നിസ്കരിക്കേണ്ട ആവശ്യമില്ലെന്നും മുത്തലാഖും ബാങ്ക് വിളിയും ചേലാസുന്നത്ത് കർമ്മവും ഖുറാൻ വിരുദ്ധമാണെന്നും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. രാമജന്മഭൂമി വിഷയത്തിലും മുസ്ലിം സ്ത്രീകൾക്കുള്ള ജീവനാംശ വിഷയത്തിലും മതമൗലികവാദികൾക്കെതിരെ നിലപാടെടുത്തു. മുത്തലാഖിലും രാമജന്മഭൂമി പ്രക്ഷോഭത്തിലും ചേകന്നൂരാണ് ശരിയെന്ന് കാലം തെളിയിച്ചു. യാഥാസ്ഥിതിക ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കണ്ണിലെ കരടായി മാറിയ ചേകന്നൂർ മൗലവി ഇല്ലാതാകണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹം പ്രസംഗിച്ചിരുന്ന ഒരുപാടിടങ്ങളിൽ പലതവണ ആക്രമിക്കപ്പെട്ടു. പക്ഷേ ഒരു ഘട്ടത്തിലും തന്റെ നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ ചേകന്നൂർ തയ്യാറായില്ല. ഏതു സമയത്തും മതപ്രഭാഷണത്തിന് അദ്ദേഹം തയ്യാറാകുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ചേകന്നൂർ ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ ഒരു ദിവസം രാത്രി മതപ്രഭാഷണത്തിനെന്ന പേരിൽ അദ്ദേഹത്തെ മലപ്പുറം എടപ്പാൾ കാലടി കാവിൽപ്പടിയിലുള്ള വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. 1993 ജൂലൈ 29 രാത്രി 9 അത്. പിന്നീട് ചേകന്നൂരിനെ ആരും കണ്ടിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഒട്ടേറെ സമര പരമ്പരകൾക്കൊടുവിൽ CBI ഏറ്റെടുത്തു. 9 പ്രതികളെ പിടികൂടി. 9 പ്രതികളിൽ 1-ാം പ്രതി VV ഹംസ സഖാഫിയെ 2011 കോടതി ശിക്ഷിച്ചു. ബാക്കി 8 പേരെയും വെറുതെ വിട്ടു. മൗലവിയെ കൊലപ്പെടുത്തി മൃതദേഹം ചുവന്ന കുന്നിൽ കുഴിച്ചിട്ടെന്ന് പ്രതികൾ മൊഴി നൽകിയിരുന്നു. തുടർന്ന് ഇവിടെ കുഴിച്ച് പരിശോധിച്ചെങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല. മൃതദേഹം കണ്ടെത്താത്തതിനാൽ മൗലവിയെ വധിച്ചു എന്നത് അനുമാനം മാത്രമാണെന്ന് വിലയിരുത്തി 2018 ഹൈക്കോടതി ഹംസയെയും കുറ്റവും വ്യക്തമാക്കി. ശരീരം പോലും ലഭിക്കാത്ത രീതിയിൽ തന്നെ ഇല്ലാതാക്കിയവരെ അതിന് പ്രേരിപ്പിച്ച ആശയത്തിനെതിരെയായിരുന്നു ചേകന്നൂരിന്റെ പോരാട്ടം. അദൃശ്യനായെങ്കിലും അദ്ദേഹം ആ പോരാട്ടം തുടരുന്നു. ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയിലൂടെ. ഖുറാൻ സുന്നത്ത് സൊസൈറ്റിക്ക് ചേകന്നൂർ എന്നാൽ മതഭീകര വിരുദ്ധ പോരാളിയാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ചുള്ള മതഭീകരതാ വിരുദ്ധ ദിനാചരണം ഇന്ന് കോഴിക്കോട് നടക്കും. ജനം, കോഴിക്കോട്. 3 പതിറ്റാണ്ട് കഴിയുമ്പോഴും ചേകന്നൂർ മൗലവി തിരോധാനത്തിന്റെ ദുരൂഹതകൾ ഇതുവരെ മറനീക്കി പുറത്തു വന്നിട്ടില്ല. കേസ് അട്ടിമറിക്കുന്നതിന് മാറി മാറി വന്ന ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായത്. ചേകന്നൂർ മൗലവി തിരോധാനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ കേരളത്തിൽ അതിവേഗം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യാപിക്കില്ലായിരുന്നു. ജീവിച്ചിരിക്കുന്ന ചേകന്നൂരിനേക്കാൾ എത്രയോ അപകടകാരിയാണ് മരിച്ചുപോയ ചേകന്നൂർ. അദ്ദേഹം ജീവിതം കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് മുഴുവൻ അദ്ദേഹത്തിന്റെ മരണം ചെയ്യും. അദ്ദേഹം നിങ്ങളെ വിചാരണയുകയും. 3 പതിറ്റാണ്ടിനിപ്പുറവും ചേകന്നൂർ മൗലവി മുന്നോട്ട് വച്ച ആശയങ്ങളും ഭയമേതുമില്ലാതെ തുറന്നു പറഞ്ഞ കാര്യങ്ങളും എല്ലാം പ്രസക്തം. പറഞ്ഞതൊക്കെ ശരിയെന്ന് ആവർത്തിച്ചു തെളിയിക്കുന്നു ആനുകാലിക സംഭവങ്ങൾ. എന്തുകൊണ്ട് ഈ തിരോധാനത്തിന്റെ ദുരൂഹതയുടെ ചുരുളഴിയുന്നില്ല? ഉത്തരം ലളിതം. കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര മുസ്ലിം സംഘടനയുടെ മുസ്ലിം മതസംഘടനയുടെ നേതാവാണ് ചേകന്നൂർ മൗലവിയുടെ സ്ഥാനത്ത് കൊല്ലപ്പെട്ടതെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടത്തും വലത്തുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ആ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ കണ്ടെത്തണമെന്നും പറയുക മാത്രം. പരസ്യമായി പലതവണ ഇതൊക്കെ തുറന്നു പറഞ്ഞെങ്കിലും ഫലമൊന്നുമില്ല എന്ന് മാത്രം. കുറ്റവാളികൾ ഇപ്പോഴും കാണാമറയത്ത്. അദ്ദേഹത്തിന്റെ തിരോധാനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹവ്വാ ഉമ്മ തന്നെ മൊഴി നൽകിയതിനനുസരിച്ച് ഒരു VV ഹംസ എന്ന് പറയുന്ന ആളിനെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉള്ളവരാണ്. അവരൊക്കെ രക്ഷപ്പെട്ടു. എല്ലാവരും ഏതാണ്ട് രക്ഷപ്പെട്ടു. CBI പോലും കേസ് ഫയൽ ക്ലോസ് ചെയ്തു. ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ മാറി മാറി വന്ന ഭരണാധികാരികൾ ആരും ആത്മാർത്ഥത കാണിച്ചില്ല. യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടിയിരുന്നെങ്കിൽ കേരളത്തിൽ മത തീവ്രവാദത്തിന്റെ വളർച്ച തടയാമായിരുന്നു. അന്നു വരുത്തിയ ഗുരുതര വീഴ്ച ഇന്ന് തീവ്രവാദികളുടെ വിളനിലമായി കേരളം മാറാൻ കാരണം. ജനം, കോഴിക്കോട്.
വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു. അരുൺ, ഇപ്പോഴും ഒരെത്തും പിടിയും കിട്ടാത്ത കാര്യമാണ് ചേകന്നൂർ മൗലവിയുടെ കാര്യത്തിൽ. അതായത് നല്ല സന്ദേശം പറഞ്ഞാൽ ഇതാണെന്ന സൂചനയാണോ ഇതിലൂടെ 31 വർഷങ്ങൾക്ക് മുൻപ് നാം കണ്ടത്? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം നമുക്ക് ഇതിനെ പറയാൻ. കാരണം സമൂഹത്തിൽ വലിയൊരു ചലനമുണ്ടാക്കാൻ, വലിയൊരു മാറ്റമുണ്ടാക്കാനുള്ള ഒരു തീവ്ര യജ്ഞം തന്നെയായിരുന്നു ചേകന്നൂർ മൗലവി മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂടെ പോയിരുന്നത്. അത് കൃത്യമായി, അത് വസ്തുനിഷ്ഠമായി തന്നെ അദ്ദേഹം ഓരോ വേദികളിലും കൃത്യമായി പറഞ്ഞിരുന്നു എന്നതാണ്. അത് ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും ഈ 31 വർഷങ്ങൾക്ക് മുമ്പും കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം മാത്രമാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം തന്നെ നടന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 31 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം എവിടെ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, അതിനുശേഷം CBI അന്വേഷിക്കുന്നു. പക്ഷേ ഈ 3 ഏജൻസികൾ സമഗ്രമായി അന്വേഷിച്ചിട്ട് പോലും ഇതിൻ്റെ വസ്തുത എന്ത്, അല്ലെങ്കിൽ ചേകന്നൂർ മൗലവിക്ക് എന്ത് പറ്റി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഈ സംഭവങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നു. അതിൽ കൃത്യമായി തന്നെ നമ്മൾ നേരത്തെ ടെലികാസ്റ്റ് ചെയ്ത ആ സ്റ്റോറിയിൽ തന്നെ അത് കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതായത് 3 പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്നും ഏറെ പ്രസക്തമാണ്. അല്ലെങ്കിൽ അത് ശരിയായി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തുന്നു. ആ ഒരു തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണതയിലേക്ക്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ആപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അത് ഒരു വലിയ ചൂണ്ടുപലകയായി തന്നെ നിന്നിരുന്നതിനെ. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനുശേഷം കേരളത്തിൽ ഉണ്ടായിരുന്ന അതിതീവ്രമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, ഈ ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തിന് ശേഷം ഉണ്ടായ ഈ ഒരു പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിലേക്ക് ഈ ദേശവിരുദ്ധ ശക്തികൾക്ക് കൃത്യമായി വളമാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് കൃത്യമായി വളമിട്ടത് ഇടത് വലതു സർക്കാരുകളാണ്. ഇവരും തന്നെ കൃത്യമായ ഒരു ആത്മാർത്ഥത ഈ കേസ് അന്വേഷണത്തിൽ, അല്ലെങ്കിൽ ഈ തിരോധാനത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രഹസനം പോലെ തന്നെ അന്വേഷണങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം പ്രഖ്യാപിക്കുക, നമുക്കറിയാം ആ കാലത്ത് CBI അന്വേഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സമൂഹത്തൊന്നാകെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇത്തരം ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അതിനുശേഷം വന്നിട്ടുള്ള, അല്ലെങ്കിൽ വളർന്നു വന്ന ആ തീവ്രവാദത്തെക്കുറിച്ച്, ആ കണക്കുകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആണെങ്കിൽ ഇതിന് ശേഷം ഉണ്ടായ ഒരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ, സമൂഹത്തെ നന്മയിലേക്ക് അല്ലെങ്കിൽ മതത്തെ നന്മയിലേക്ക് നയിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുടെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയൊരു തീവ്രവാദത്തിലേക്ക് കേരളം മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു സന്ദേശം തന്നെയാണ് അതിൻ്റെ ചേകന്നൂർ മൗലവിയുടെ ജീവിതം നമുക്ക് നൽകുന്നത്. ശരി അരുൺ, റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അരുണിൻ്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു. നമുക്ക് ഗൗതം ഒരു റിപ്പോർട്ട് ഇപ്പോൾ നൽകുന്നുണ്ട്. ഡൽഹിയിൽ IAS അക്കാദമി സെൻറ്ററിൽ മരിച്ച മലയാളി നെവിൻ ഡാൽവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുമെന്നുള്ള കാര്യം വൈകുന്നേരത്തോടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്നറിയുന്നു. അതേസമയം മലയാളി വിദ്യാർത്ഥിയുടെ മരണം കേരളത്തിൽ നിന്നുള്ള MP മാർ പാർലമെന്റിൽ ഉന്നയിക്കും. ഗൗതം തത്സമയം ചേരുന്നുണ്ട്. ഗൗതം, കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇന്നലെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോഴും ഈ മലയാളി വിദ്യാർത്ഥിയായിട്ടുള്ള എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ്റെ മൃതദേഹം ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. ഈ അപകടത്തിൽ നെവിനൊപ്പം ജീവൻ നഷ്ടമായത് ഒരു ഉത്തർപ്രദേശ് സ്വദേശിയും മറ്റൊരു തെലങ്കാനയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ ഡൽഹിയിൽ പൂർത്തീകരിക്കുകയും മൃതദേഹം UP-യിലേക്കും തെലങ്കാനയിലേക്കും അയച്ചു. പക്ഷേ നെവിൻ്റെ ബന്ധുക്കളാരും തന്നെ ഇന്നലെ ഡൽഹിയിൽ എത്തിയിരുന്നില്ല. ഇന്നലെ വൈകുന്നേരമാണ് നെവിൻ്റെ അമ്മയുടെ സഹോദരൻ രാത്രി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ആരെങ്കിലും ഒരു ബന്ധു കൂടി ഉണ്ടാകണം എന്ന നിർബന്ധമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നെവിൻ ഡാൽവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ നടക്കാതിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വൈകുന്നേരം
ഈ മൃതദേഹം തിരുവനന്തപുരത്തേക്കോ അതല്ലെങ്കിൽ എറണാകുളത്തേക്കോ അത് സംബന്ധിച്ച് ഇപ്പോഴും ബന്ധുക്കൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ എവിടേക്കാണോ എത്തിക്കേണ്ടത് അതിന് വേണ്ട നടപടികൾ ഡൽഹിയിൽ നിന്ന് ഉണ്ടാകും. അതേസമയം പാർലമെന്റിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ വിഷയം ഉന്നയിക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ IAS കോച്ചിങ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണമോ അതല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളോ ഒന്നും കാര്യക്ഷമമായിരുന്നില്ല എന്നും അത്തരം പ്രശ്നങ്ങളാണ് ഈ വലിയൊരു ദുരന്തത്തിലേക്ക്, പ്രത്യേകിച്ച് അണ്ടർഗ്രൗണ്ടിൽ ഒരു റീഡിംഗ് റൂമിലേക്ക് വെള്ളം ഇരച്ചെത്തുകയും അവിടെ 30ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. കഷ്ടിച്ചാണ് ബാക്കി 27 വിദ്യാർത്ഥികൾ എങ്ങനെയോ രക്ഷപ്പെടുകയായിരുന്നു. 3 കുട്ടികൾ മരണപ്പെടുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ വലിയ പ്രതിഷേധം ഡൽഹിയിലും അതോടൊപ്പം തന്നെ നാട്ടിലുമൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടേക്കാം. ശരി ഗൗതം, ഇന്ന് നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അതിലേറെയും പ്രദീപ് ജിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ്. അല്ലാതെ മാത്രമല്ല അജിത് ഭാസ്കർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പുത്തൻപുലരിക്ക് പുതിയ ശൈലി, മാറ്റത്തിൽ വലിയ സന്തോഷം. തിരുവനന്തപുരം മാലിന്യവിശേഷം ശാലിനി സൂപ്പറായി അവതരിപ്പിച്ചു. സർക്കാരിനെ കൊണ്ട് പരിഹാരം വാങ്ങണമെന്ന് അജിത് ഭാസ്കറിന്റെ കമന്റുണ്ട്. നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് നമുക്ക് പാരീസിലേക്ക് പോകാം. സമയപരിമിതി ഉള്ളതുകൊണ്ടാണോ പാരീസ് വരെ? അല്ല, പെട്ടെന്ന് പോയി വരാം. നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? ഒളിമ്പിക്സ് വിശേഷങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ലോകം പാരീസിൽ. നമ്മൾ ഇന്നലെ വെങ്കല മെഡൽ നേടി. ഷൂട്ടിങ്ങിൽ കൃത്യതയോടെ ഉന്നം പിഴയ്ക്കാതെ മനു ഭാക്കർ ഒരു വെങ്കല മെഡൽ നേടി അഭിമാനമായി. ഇന്നും വലിയ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. ആർച്ചറി പുരുഷ വിഭാഗത്തിൽ ക്വാർട്ടർ ഫൈനലിൽ തരുൺ ദീപ് റായ്, ധീരജ് ബൊമ്മാദേവര, പ്രവീൺ ജാദവ് എന്നിവർ ഇറങ്ങും. ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം യോഗ്യതയിൽ മനു ഭാക്കർ, സരബ്ജോത് സിംഗ്, റിഥം സാങ്വാൻ, അർജുൻ സിംഗ് ചീമ എന്നിവരിറങ്ങും. ഹോക്കിയിൽ 2ാം മത്സരത്തിൽ അർജന്റീനയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ആദ്യ കളിയിൽ ന്യൂസിലാൻഡിനെ ഇന്ത്യ തോൽപ്പിച്ചിരുന്നു. ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ സ്വാതിക് ചിരാഗ് സഖ്യവും വനിതാ ഡബിൾസിൽ അശ്വിനി തനിഷ സഖ്യവും ഇന്നിറങ്ങും. ബോക്സിംഗ്, ടേബിൾ ടെന്നീസിലും ഇന്ന് ഇന്ത്യക്ക് മത്സരങ്ങളുണ്ട്. അതേസമയം ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഹരിയാന സ്വദേശിനിയായ മനു ഭാക്കർ. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമെന്ന നേട്ടമാണ് മനു ഭാക്കർ സ്വന്തമാക്കിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് കണ്ണീരണിഞ്ഞ് കളമിട്ട മനു 3 വർഷത്തിനിപ്പുറം പാരീസിൽ ഈ വിധിയോട് മധുര പ്രതികാരം തീർത്തിരിക്കുകയാണ്. ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഹരിയാന സ്വദേശിനിയായ മനു ഭാക്കർ. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടപ്പെട്ട പെൺകുട്ടി ഇന്ന് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടി ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. 12 വർഷങ്ങൾക്കിപ്പുറമാണ് ഒളിമ്പിക്സിൽ മെഡൽ അന്യമായ ഷൂട്ടിങ്ങിൽ ഇന്ത്യ മെഡൽ സ്വന്തമാക്കുന്നത്. ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമെന്ന നേട്ടവും മനു ഭാക്കർ സ്വന്തമാക്കി. 222.7 പോയിന്റ് നേടിയാണ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ താരം വെങ്കലം നേടിയത്. ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ 5ാം ഒളിമ്പിക്സ് മെഡലാണിത്. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡലും. ദക്ഷിണ കൊറിയൻ താരങ്ങൾക്കാണ് സ്വർണവും വെള്ളിയും. തുടക്കം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം മെഡൽ പൊസിഷനിൽ നിന്നും പുറത്താവാതെയാണ് വെങ്കല നേട്ടം സ്വന്തമാക്കിയത്. അതേസമയം മെഡൽ നേടിയ മനു ഭാക്കറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും അഭിനന്ദിച്ചു. ചരിത്ര മെഡലെന്നും മഹത്തായ നേട്ടമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സ്പോർട്സ് ഡെസ്ക്, ജനം. മറ്റൊരു സന്തോഷ വാർത്ത, നമ്മൾ ഇന്നലെ 2020 പരമ്പര നേടി എന്നുള്ളതാണ്. സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റനായും ഗൗതം ഗംഭീറിന് ടീം കോച്ചായും തുടക്കം ഗംഭീരമാക്കാൻ കഴിഞ്ഞു എന്ന കാര്യം എടുത്തു പറയണം. പക്ഷേ നമ്മുടെ സഞ്ജു ഇന്നലെ അവസരം കിട്ടിയപ്പോൾ മുതലാക്കിയില്ല എന്ന കാര്യം കൂടി പറയണം. ആദ്യ പന്തിൽ ഔട്ടായി പുറത്താകുന്നു. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യ 2 കളികളും ജയിച്ചാണ് സീരീസ് സ്വന്തമാക്കിയത്. 2ാം മത്സരത്തിൽ മഴ നിയമപ്രകാരം 7 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഉയർത്തിയ 162 റൺസ് പിന്തുടരുന്നതിനിടെ രസം കൊല്ലിയായി മഴയെത്തി. ഇതോടെ വിജയലക്ഷ്യം 8 ഓവറിൽ 78 റൺസായി പുനർനിർണയിച്ചു. 9 പന്ത് ശേഷിക്കെ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ ഓപ്പണറായി അവസരം ലഭിച്ച സഞ്ജു സാംസൺ നേരിട്ട് ആദ്യ പന്തിൽ പുറത്തായത് നിരാശയായി. സമയക്രമം പാലിക്കുകയാണ് പുത്തൻപുലരി. കൃത്യം 8:30 നമ്മൾ അവസാനിപ്പിക്കും. 8:30 അവസാനിപ്പിക്കുകയാണ്. ഇനി നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഏറ്റവും ഒടുവിൽ വന്ന പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയാം. റാപ്പിഡ് ന്യൂസ് 8 മണിയിൽ നിന്ന് നമ്മൾ 8:30-ലേക്ക് അരമണിക്കൂറായി നീട്ടിയിരിക്കുന്നു. വേണ്ട വാർത്തകളെല്ലാം നമ്മൾ ഇതുവരെ കണ്ടതിലും കൂടുതൽ റാപ്പിഡ് ന്യൂസുമായി
കൃഷ്ണപ്രിയ തന്നെ ഒപ്പം ചേരും. പുത്തൻ പുലരി ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു ശുഭദിനം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നാളെ വീണ്ടും കാണാം. നമസ്തേ.